പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് കർത്താവിന് അനുഗ്രഹിക്കാം. വിസിറ്റ് ചർച്ച് കൊയറിനുള്ള നന്ദിയെ ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുന്നു. തുടർന്ന് വചനം ശ്രവിക്കുവാൻ പോകുകയാണ്. നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഗ്രഹിക്കുവാൻ, അത് നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായി തീരേണ്ടതിനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. വചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എഴുതിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എഴുതിയെടുത്ത് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭാവിച്ചാൻ ഓർപ്പിച്ചതുപോലെ കുടുംബമായി ഭാര്യ, ഭർത്തൃ, കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്ന് ആ കേൾക്കുന്ന വചനത്തിൻ്റെ ഓരോ വിശേഷപ്പെട്ട കാര്യങ്ങളും പരസ്പരം കുടുംബമായി ചർച്ച ചെയ്ത് നാം ജീവിതത്തിലെടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ അതിന് പ്രകാരമൊക്കെ എടുത്ത് ഒരു വിടുതലോടെ അനുഗ്രഹത്തോടെ ഈ മല ഇറങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് കർത്താവിന് നന്ദി കരയറ്റുന്നു. നമ്മുടെ ചർച്ചക്കോട് ഫുൾ ഗോസ്പൽ കേരള സ്റ്റേറ്റിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. കേരളത്തിലും കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് ലോകരാജ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ ദാസൻ കടന്നുപോയി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ കടന്നു വന്നതും ബാംഗ്ലൂരിൽ നിന്ന് 2 ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഉറക്കളിച്ച് രാവിലെ നെടുമ്പാശ്ശേരിയിൽ കടന്നു വന്ന് അവിടെ നിന്ന് ഡയറക്റ്റ് ഇവിടേക്ക് കടന്നു വരികയായിരുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റജി മാത്യു അവരെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകന്മാരിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകന്മാരായി നമ്മുടെ കൺവെൻഷനിലും അതുപോലെ പവർ വിഷൻ, ഹാർവെസ്റ്റ് TV, സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള ഒട്ടനവധി സുവിശേഷ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിച്ചതോർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ലഭിക്കുന്ന കേൾക്കുന്ന വചനങ്ങളൊന്നും വിട്ടുകളയാതെ വളരെ ആർത്തിയോടെ ഭക്ഷിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയ റജി മാത്യു പാസ്റ്ററിനെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആ കരമൊന്ന് ഉയർത്തി കർത്താവിനെ ഉച്ചത്തിലൊന്ന് സ്തുതിച്ച് ആരാധിച്ചു. ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി, നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ കർത്താവ് എനിക്ക് നൽകിയ അവസരം വളരെ വിലയേറിയതായി, ശ്രേഷ്ഠമായി ഞാൻ കരുതുന്നു. വിശേഷിച്ച് ഈ സെഷൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി മാത്യു അവർകൾ, അതുപോലെ തന്നെ ദൈവസഭയുടെ മുൻനിരയിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന പാസ്റ്റർ ബാബു ജോൺ അവർകൾ, ഈ സമൂഹത്തിൽ എനിക്ക് ഏറ്റവും ഇഴയെടുപ്പമുള്ള ബന്ധമുള്ള കുടുംബമാണ് പാസ്റ്റർ തോമസ് വർഗീസ്. ആ കുടുംബം, അവരെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ സിനി മാത്യു അവരുടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ KV സാമുവൽ, അങ്ങനെ ബഹുമാന്യരും ആദരണീയരുമായിട്ടുള്ള എല്ലാ ദൈവദാസന്മാർക്കും വന്ദനം ചൊല്ലുന്നു. ഒത്തിരി പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ, ഭയങ്കര ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ടും ആമുഖങ്ങൾ കൂടാതെ ദൈവവചനത്തിലേക്ക് വരാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീം ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഞാൻ ആ തീമിനെ അധികരിച്ചുകൊണ്ട് തന്നെ, ആ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവം എന്നെ ഏൽപ്പിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ കർത്തൃസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ അധരങ്ങളും ഒന്ന് തുറന്നാട്ട്, മുൻനിര മുതൽ പിൻനിര വരെ കണ്ണുകളെല്ലാം ഒന്ന് അടച്ചാട്ട്, അധരങ്ങളെല്ലാം ഒന്ന് തുറന്നാട്ട്, അധരങ്ങളെല്ലാം ഒന്ന് തുറന്നാട്ട്, ആത്മാവിൽ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്, മൗനമാകാതെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യത്തെ ദൈവത്തോടൊന്ന് ചോദിച്ച്
വായി തുറന്നേ, വായി തുറന്നേ, വായി തുറന്നേ, വായി തുറന്നേ. ദേഹം മണ്ണിലുപേക്ഷിച്ച് പ്രാണൻ പ്രിയനിൽ ചേരുമ്പോ ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരിൻ സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ ഒരുമിച്ച് പഠിക്കും കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരിൻ സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ പാരിൽ പാർക്കുമൽ ഭാരങ്ങളധികം വേണ്ടി കാരിരുമ്പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനെൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാമേ ഏനിയായി പിളർന്ന ഒരുമിച്ച് ഒന്ന് പാടിക്കുക. ഞാനെൻ പാദങ്ങൾ വച്ചിടും നീ പോകാത്ത പാറമേ കണ്ണുകൾ കാണാമറുകര ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണം എൻ സ്വന്തമായി തീരുമ്പോൾ യേശുവിൻ പൊൻവീണകളിൽ പാടും പൊൻവീണകളിൽ പാടും. ഒരുമിച്ച് പാടിക്കുക. പാരിൽ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടി നീ കാരിരുമ്പാണിയേറ്റവൻ ഞാനെൻ പാദങ്ങൾ വച്ചിടും നീ പോകാത്ത പാറമേ എനിക്കായി പിളർന്ന രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഞാനെൻ പാദങ്ങൾ
എനിക്കായി പിളർന്ന മാറമേ, എനിക്കായി പിളർന്ന, ഒന്നുകൂടെ പാടിക്കേ, എനിക്കായി പിളർന്ന മാറമേ. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുള്ളതിന് സ്തോത്രം. ആത്മമണ്ഡലത്തെ തുറന്നു തരണേ, ദുരാത്മമണ്ഡലങ്ങളെ കീഴടക്കണമേ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ ഇന്ന് പകലിൽ ഞങ്ങളുടെ നടുവിൽ ഇറക്കി നിർത്തണമേ. കൃപയുടെ വചനത്തിന് സാക്ഷ്യം പറയണമേ. ഞങ്ങളുടെ ചിന്തകളെ, മനസ്സിനെ, മനോഭാവത്തെ കർത്താവ് ചേഞ്ച് ചെയ്യണമേ. ദൈവപ്രവർത്തിക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ് നമ്മളിങ്ങനെ ചിന്തിച്ചും ധ്യാനിച്ചും വരുന്നത്. ഈ വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ എന്താണ് എന്നന്വേഷിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറയുന്നത് തന്നെയാണ്. ഈ ഭാഗത്തെ രണ്ട് വിധത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ പുസ്തക പശ്ചാത്തലം തന്നെയാണ്. പുസ്തക പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം എന്ന് അതിനെ വിളിക്കാം. ആ ഭാഗം എന്താണ് പറയുന്നത്, അതാണ് അതിൻ്റെ ഒന്നാമത്തെ ചിന്ത. രണ്ട്, ആനുകാലികമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ വിഷയത്തെ വിലയിരുത്തുക എന്നുള്ളതാണ്. ഇത് രണ്ടിലൂടെയും നമ്മൾ സഞ്ചരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവവചനത്തെ ശ്രദ്ധിച്ചാലും ഇവിടെ പുസ്തക പശ്ചാത്തലത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പോരാടുവീൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട 3 സാഹചര്യങ്ങളുണ്ട്. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യെരൂശലേമിൻ്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. ഇവരെ എന്തെങ്കിലും ചെയ്തിട്ടല്ല, മതിലിൻ്റെ പണി തീരുന്നു എന്ന് കേട്ടപ്പോഴാണ് അവർക്ക് കോപം ജനിച്ചത്. കോപം എന്ന വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മഹാകോപം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എന്തിനു വേണ്ടി പോരാടണം എന്ന് ചിന്തിച്ചാൽ ഒന്നാമത്തെ കാര്യം, മഹാകോപം കൊണ്ട് ഒരു കൂട്ടുകെട്ടിനെ അവിടെ തീർത്തിരിക്കുകയാണ്. രണ്ടാമത്തെ അവിടെ പശ്ചാത്തലം എന്ന് പറയുന്നത് 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നു, യെരൂശലേമിൻ്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവർ ഒക്കെയും ഒന്നിച്ചു കൂടി കൂട്ടുകെട്ടുണ്ടാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. ഈ ഹൗളിംഗ് ഒഴിവാക്കാമോ? കൂട്ടുകെട്ട് ഉണ്ടാക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചേ. യെരൂശലേമിന് നേരെ ചെല്ലുക, യുദ്ധം ചെയ്യുക, അവിടെ കലക്കം വരുത്തുക. ഇവിടെയാണ് നെഹമ്യാവ് പറയുന്നത് നിങ്ങൾ പോരാടേണ്ടതായിട്ടിരിക്കുന്നു. ഇനി അതിന് മൂന്നാമത്തെ ഒരാശയമുണ്ട്. അത് 11-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നത് വരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറയുന്നു. അപ്പം ഒന്ന്, ഇങ്ങനെ ഒരു വിഭാഗങ്ങൾ തമ്മിൽ സഖ്യത ചേർന്നിരിക്കുന്നു. 2, ഒരു യുദ്ധത്തിനായി അവർ തയ്യാറാകുന്നു. 3, കൊന്നുകളയാൻ പ്ലാൻ ചെയ്യുന്നു. ഇവിടെയാണ് നെഹമ്യാവ് പറയുന്നത് നിങ്ങൾ പൊരുതാൻ എഴുന്നേൽക്കണം. അതിൽ വളരെ വൈകാരികമായ ഒരു അപ്രോച്ച് നെഹമ്യാവ് നടത്തുന്നുണ്ട്. നിങ്ങൾ യെരൂശലേമിന് വേണ്ടി പൊരുതാനല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി, നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി, നിങ്ങളുടെ പുത്രിമാർക്ക് വേണ്ടി, നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി, നിങ്ങളുടെ വീടുകൾക്ക് വേണ്ടി
പൊരുതുവീൻ. അവിടെ യെരുശലേം എന്ന വിഷയമേ വരുന്നില്ല. കൂടുതൽ അതിനെ പേഴ്സണലൈസ് ചെയ്തിട്ടാണ് പൊരുതാനായിട്ട് പറയുന്നത്. ഈ 3 പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ആ വാക്യം മനസ്സിലാക്കാൻ. ഇനി ഇത് മാത്രമല്ല, വേറെയും കുറേ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പൊരുതാൻ വേറെയും ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ പരിഹാസം ഉണ്ടാകുന്നുണ്ട്. പരിഹാസം നമ്മൾ വിശേഷിച്ച് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലൊക്കെ വരുമ്പം ചെറുകുറുക്കൻ കയറിയാലും ആ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറയുന്ന ഒരു പരിഹാസം. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ലുകളെ ജീവിപ്പിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരിഹസിക്കുകയാണ്. ഇനിയും അതിൻ്റെ മറ്റൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് 2-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. ഹോരോന്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗശേമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഇവിടെ പരിഹാസം ഒരു വലിയ പ്രോബ്ലമായിട്ട് നിൽക്കുകയാണ്. ഇനിയും അവിടുത്തെ 3-ാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഈ പണിയാൻ നിൽക്കുന്നവർക്ക് ക്ഷീണമുണ്ടായിട്ടുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ യഹൂദിയർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിയാൻ നമുക്ക് കഴിയത്തില്ല എന്ന് പറയുന്നു. ക്ഷീണം അവിടെ ഒരു പ്രശ്നമായി നിൽക്കുകയാണ്. ഇനിയും അവിടെ നിന്ന് നമ്മൾ അല്പം കൂടെ താഴേക്ക് പോയാൽ അവരെ അലട്ടുന്ന ഒരു വലിയ ഭയമുണ്ട്. വലിയ ഭയത്തിനകത്താണ് അവർ നിൽക്കുന്നത്. അത് നമ്മൾ ഈ വായിച്ച വാക്യത്തിനകത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു വലിയ ഭയം അവർക്ക് നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യങ്ങളുടെ എല്ലാം നടുവിലാണ് നെഹമ്യാവ് ഇവരോട് പറയുന്നത്, നിങ്ങൾ പൊരുതണം. അതുകൊണ്ട് തന്നെയാണ് വളരെ വൈകാരികമായ ഒരു തലം നെഹമ്യാവ് അവിടെ ഉപയോഗിക്കുന്നത്. പരിഹാസം ഒരു സൈഡിൽ നിൽക്കുന്നു, യുദ്ധം വേറൊരു സൈഡിൽ നിൽക്കുന്നു, കൊന്നുകളയുമെന്ന് പറയുന്ന പശ്ചാത്തലം മറ്റൊരു സൈഡിൽ നിൽക്കുന്നു, അതിലെല്ലാം മീതെ ക്ഷീണം ഒരു സൈഡിൽ നിൽക്കുന്നു. ഇവിടെയാണ് നിങ്ങൾ പൊരുതേണ്ടത് നെഹമ്യാവിന് വേണ്ടിയല്ല, നിങ്ങൾ പൊരുതേണ്ടത് ഈ രാജ്യത്തിന് വേണ്ടിയല്ല, നിങ്ങൾ പൊരുതേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പുത്രിമാർ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൊരുതണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനിയും അവർക്ക് എങ്ങനെയാണ് ഈ പശ്ചാത്തലത്തിൽ ഒരു ധൈര്യം ഉണ്ടാകുന്നത്? അതൊരു ബൂസ്റ്റർ ഡോസ് പോലെ അതിനകത്ത് കിടക്കുന്നത്. അവിടെ നെഹമ്യാവ് പറയുന്ന ഒറ്റ കാര്യമാണ്, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർക്കുക. ആമേൻ. എല്ലാവരും കൂടെ അത് പറഞ്ഞ ആ വാക്ക്, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർക്കുക. ഞാൻ പറയാം, ഏതു വലിയ ഭീഷണി വന്നാലും, ഏതു വലിയ പരിഹാസം വന്നാലും, അപ്പം ഏതു വലിയ ക്ഷീണം വന്നാലും, ഏതു വലിയ പ്രശ്നം വന്നാലും, ഒരു വ്യക്തിയെ ധൈര്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? മഹാനും ഭയങ്കരനുമായ വലിയവനായ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങൾ നിങ്ങൾക്കെതിരെ നിന്നാലും കുഴപ്പമില്ല, ദൈവം അനുകൂലമായി നിന്നാൽ മതി. നമ്മുടെ അകത്ത് കത്തിക്കേറേണ്ടുന്ന ഏറ്റവും വലിയ വെളിപ്പാട് എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണെന്നുള്ളതാണ്. അവിടെ പണത്തിനല്ല പ്രസക്തി, അവിടെ കഴിവിനല്ല പ്രസക്തി, അവിടെ സമ്പത്തിനല്ല പ്രസക്തി, അവിടെ നമ്മുടെ സാധ്യതകൾക്കല്ല പ്രസക്തി, ദൈവം എനിക്കുണ്ട് എന്ന് പറയുന്നത്. അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്ക് കണ്ടോ, വലിയവനും ഭയങ്കരനുമായ കർത്താവ്. എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞേ, നമ്മുടെ ദൈവം ആരാ? എതിര് നിൽക്കുന്നത് സൻബല്ലത്താണ്, ദാസൻ തോബിയാബാണ്, അരാബ്യരാണ്. അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. ഞങ്ങളുടെ പക്കലാണെങ്കിൽ ക്ഷീണമുണ്ട്, പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവമുണ്ട്.
ഞാൻ ഈ വിധത്തിൽ ഈ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അകത്ത് തീ പിടിക്കുന്നത് പോലെയായിരുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന, നീ അവരെ കണ്ട് ഭ്രമിക്കരുത്, നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട്. എനിക്ക് പ്രശ്നം ഉണ്ടെന്നുള്ളതല്ല നമ്മൾ പറയുന്നത്, എനിക്ക് ദൈവം ഉണ്ടെന്നാണ് പറയുന്നത്. ആമേൻ. അത് ആവർത്തിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും സർവ്വദേവന്മാരിലും അതിഭയങ്കരനാകുന്നു. തീരുന്നില്ല. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരെക്കാളും വലിയവനാകിയാൽ ഞാൻ പണിയാൻ പോകുന്ന ആലയം വലിയതാകുന്നു. ആമേൻ. ഇത് നമ്മുടെ അകത്തേക്ക് കത്തിക്കയറണം. എനിക്ക് വലിയവനായ ഒരു ദൈവമുണ്ട്. ആമേൻ. സങ്കീർത്തനം 86:10 നമ്മൾ വായിക്കുന്നുണ്ട്, നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. ഞാൻ അതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ച ഒറ്റ വാക്യത്തിൽ പറയാം. അത് 136 സങ്കീർത്തനത്തിലെ വാക്യമാണ്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. നമ്മുടെ ദൈവം ആരാ? ഏകനായി. ഒരുമിച്ച് പറയാം, നമ്മുടെ ദൈവം ആരാ? ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. ആ മഹാത്ഭുതം എന്താന്ന് ഞാൻ പറയാം. ഒരു സൂര്യനെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന ഒറ്റ ഉച്ചാരണം മതി, സൂര്യൻ ഉണ്ടായി വരും. ഒരു ചന്ദ്രനെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന ഒറ്റ ഉച്ചാരണം മതി, ചന്ദ്രൻ ഉണ്ടായി വരും. ആമേൻ. ഏക സമുദ്രമായി ആമേൻ കിടന്ന ഈ ഭൂമിയിലെ വെള്ളം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടട്ടെ എന്ന്, കര കാണായി വരട്ടെ എന്ന് പറഞ്ഞാൽ മതി, അതങ്ങനെ തന്നെ സംഭവിക്കും. അതത് തരം ഫലം കായ്ക്കുന്ന സസ്യങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിച്ചാൽ മതി, അത് അങ്ങനെ സംഭവിക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇതാണ് നമ്മുടെ ദൈവം. നെഹമ്യാവ് അവർക്ക് കൊടുത്ത ഒരു ബൂസ്റ്റർ ഡോസ് അതാണ്. അവരുടെ അന്തരീക്ഷമേ ശരിയല്ല. അവർ ഭയചകിതരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, മതിൽ പണിയാൻ മെറ്റീരിയൽ ഇല്ല, അത് വെന്ത് കിടക്കുക. വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരം എന്നാ പറയുന്നത്. എതിരാളികൾ ശക്തരാണ്, തങ്ങൾ ക്ഷീണിച്ചവരുമാണ്. പക്ഷേ അവരെ ഈ പണിക്കായിട്ട് ശക്തീകരിച്ച ഒറ്റ വെളിപ്പാട്, നമുക്കൊരു ദൈവം ഉണ്ടെന്നുള്ള വെളിപ്പാട്. ആമേൻ. എൻ്റെ പ്രിയരെ, നമ്മൾ അറിയേണ്ടുന്ന 4 കാര്യങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് ഞാൻ പറയാം. 1, ദൈവത്തിൻ്റെ അതുല്യത. 2, ദൈവത്തിൻ്റെ ശക്തി. 3, ദൈവത്തിൻ്റെ മഹത്വം. 4, ദൈവത്തിൻ്റെ വിശുദ്ധി. ഒരാമേൻ പറഞ്ഞാട്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ ദൈവം എല്ലാറ്റിനും മീതെ, എല്ലാ അധികാരങ്ങൾക്കും മീതെ, എല്ലാ സിംഹാസനങ്ങൾക്കും മീതെ ഇരിക്കുന്നവനാണ് എന്നുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, പൊരുതാൻ നിൽക്കുമ്പോൾ ആമേൻ, ഇത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് മതി. ഒരാമേൻ പറഞ്ഞാട്ട്. നമ്മൾ പാടത്തില്ലേ, കഴിവല്ല നിൻ കൃപയാണേ, ഓ കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം. ദൈവം കൂടെയുള്ളത് ഏറ്റവും വലിയ കാര്യം. ദൈവം കൂടെയുള്ളത് ഏറ്റവും വലിയ കാര്യം. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. അവരുടെ സാഹചര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുകയും, ഇന്നത്തെ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? വാസ്തവത്തിൽ നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് ശരിക്കും പഠിക്കുമ്പോൾ ഈ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തുടർച്ചയായിട്ട്
ഇങ്ങനെ പറയുന്നത് കാണാം. ലൂക്കോസ് 13:24 നമ്മൾ വരുമ്പോൾ, ഇടുക്കുവാതിലിലൂടെ കടക്കുവാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും കഴിയുകയില്ല താനും എന്ന് നമ്മൾ വായിക്കുന്നത് കാണാം. അപ്പോൾ അവിടുത്തെ പോരാട്ടം ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കാൻ പോരാടുക എന്നുള്ളത്. ഇനി ഞാൻ അതിൻ്റെ ഡിഫറൻസ് പറയും. ഞാൻ അതിനെ എന്തുകൊണ്ട് രണ്ടായി പറഞ്ഞു എന്നുള്ള വ്യത്യാസം പറയാം. ഇവിടെ ഈ നെഹമ്യാവ് പോരാടാൻ പറയുന്നത് ടോട്ടലി അത് കായികമായ ഒരു അധ്വാനമാണ്, കായികമായ പോരാട്ടമാണ്. ഞാൻ അതുകൊണ്ട് ഇതിനെ രണ്ടാക്കിയത്. കായികമായ പോരാട്ടം തന്നെയാണ്. എന്നാൽ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ കായികമായ ഒരു പോരാട്ടമല്ല പറയുന്നത്. ആമേൻ. കാരണം നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിൽ പോരാടാൻ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആയുധമാണ്. ഒരു കയ്യിൽ പണിയായുധവും മറുകൈയിൽ വാളുമാണ്. അവർ കായികമായിട്ടാണ് പോരാടിയത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം പോരാടാനുള്ളത് അത് ഏതു മേഖലയിലാകട്ടെ കായികമായിട്ടല്ല. ഒരാമയും പറഞ്ഞാട്ടെ, സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, മനുഷ്യരായ ജഡവും രക്തവുമുള്ള ആരുമായും നമുക്ക് പോരാട്ടമില്ല. അതുകൊണ്ടാണ് പൗലോസ് കൃത്യമായിട്ട് പറയുന്നത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നവരല്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല. അപ്പോൾ കായികമായ ഒരു പോരാട്ടം നമുക്കില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ ഭാഗങ്ങൾ പറയുന്നത്. ഇവിടെ പറയുന്നു, ഇടുക്കുവാതിലിലൂടെ കടക്കുവാൻ പോരാടുവീൻ. അവിടെ ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പാൻ പോരാടുവീൻ എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് അവിടുത്തെ പ്രമേയം. ഞാൻ നിങ്ങളോട് പറയാം, ഒരിക്കലും ഈസിയായി ദൈവരാജ്യ പ്രവേശനം ഒരാൾക്ക് ലഭ്യമാകുമെന്ന് ചിന്തിക്കരുത്. യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞ് അവരോട് പറഞ്ഞ കാര്യം നിങ്ങൾ പോരാടണമെന്നാണ്. പോരാട്ടം ഇല്ലാതെ നമുക്ക് ദൈവരാജ്യ പ്രവേശനം സാധ്യമല്ല. ഞാനത് ഒരു വാക്കിൽ വിശദീകരിക്കാം. ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, സഭകൾക്ക് അതിൽ ദൂതെഴുതുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്ക്, ഞാൻ വരികയും നിന്നെ മാനസാന്തരപ്പെടാത്തവനെ കാണുകയും ചെയ്താൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും പ്രതീക്ഷിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ നമ്മുടെ മരണം, അതല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. ആമേൻ. മരണത്തെക്കുറിച്ച് പറയുന്നത് പലർക്കും താല്പര്യമില്ലാത്ത കേസാണ്. അത് കേൾക്കാൻ തന്നെ ഇഷ്ടമില്ല. വിശേഷിച്ച് സമയവൻ്റെ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നുവെന്ന് പാട്ട് തന്നെ നമുക്ക് അലർജിയാണ്. ചിലരൊക്കെ ആ പാട്ട് കേൾക്കാതിരിക്കാൻ വളരെ പരിശ്രമിക്കുന്നവരാണ്. മരണ വീട്ടിൽ പോകാത്ത പെന്തക്കോസുകാരെ എനിക്കറിയാം. കാരണം അവിടെ പോകുന്നത് തന്നെ പേടിയാണ്. പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും ഒരു ദിവസം മരണത്തിൻ്റെ മുൻപിൽ നമ്മൾ നിസ്സഹായരായി പോകും. മേരി ജോൺ തോട്ടം പറഞ്ഞത്, ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും വിട്ടു നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകിയാൽ കരത്തിലുള്ളതൊക്കവേ അതിർത്തിയിൽ തിരിക്കണം. എന്നിട്ട് അവർ പറയുന്നുണ്ട്, സമർത്ഥനായ സീസറും പ്രഗത്ഭനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ എങ്കിലി നമുക്ക് ശങ്കയെന്തിന് മാറ്റമൊന്നുമില്ലത്. ഇവരെല്ലാം അമർന്നുപോയെങ്കിൽ കവിയത്രി പറയുകയാണ്, പേടിക്കേണ്ട, നമുക്കും ഈ ഗതി തന്നെ വരും, അതിലൊരു മാറ്റവുമില്ല. കാലചക്ര വിഭ്രമത്തിങ്കിൽ നമ്മളെല്ലാവരും അമർന്നു പോകും. നമ്മൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ടല്ലോ, കൊട്ടാരമായാലും വിട്ടേ മതിയാകും, കോട്ടയ്ക്കകത്തുള്ളിൽ മൃത്യു ചെല്ലും, വണ്ണം പെരുത്താലും മണ്ണിനിരയാകും, കണ്ണിൻ്റെ ഭംഗിയോ മായമായ. അങ്ങ് 10,000 നിലയ്ക്കകത്ത് ആമേൻ അങ്ങ് കയറി പാർത്താലും മരണം വന്ന് വിളിച്ചാൽ മനുഷ്യൻ പോയേ പറ്റത്തുള്ളൂ. അപ്പം ഏത് സമയത്തും മരണത്തെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്നെ രണ്ടാമത്തെ കാര്യം, ഏതു സമയത്തും യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കും. യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ പ്രഥമ ഭാഗത്ത് 2 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ എന്നാണ് പറയുന്നത്. ഞാൻ നോക്കുമ്പം മിക്കവാറും ആളുകൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. ഗർഭിണിക്ക് പ്രസവവേദന നമുക്കറിയാം, ഗർഭകാലം 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയുമാണ് അല്ലേ? പക്ഷെ ഒരു ഡോക്ടർക്കും അറിയത്തില്ല ഇത് എപ്പോൾ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ഒരു അപ്രോക്സിമേറ്റ് ടൈമാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത്. കർത്താവിൻ്റെ വരവ് ഗർഭിണിക്ക് പ്രസവ വേദന
വരുന്നത് പോലെയാ. എപ്പോൾ വേണമെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത് കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെയാ. കള്ളൻ വരുന്നത്, ഹലോ റെജിയാണോ, ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ ഞാൻ കയറാൻ പോവുക എന്ന് പറഞ്ഞിട്ടല്ല കള്ളൻ വരുന്നത്. അവൻ എപ്പോഴെങ്കിലും ഒക്കെ വരികയാണ് ചെയ്യും. ഇതുപോലെയാണ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. ഇത് രണ്ടും നമുക്കറിയത്തില്ല. കർത്താവ് പറയുന്നത്, ഞാൻ വരികയും നിന്നെ മാനസാന്തരപ്പെടാത്തവനെ കാണുകയും ചെയ്താൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. ഞാൻ അഞ്ചേരിയിലാണ് ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത് കേട്ടോ. അഞ്ചേരി ചർച്ചിലെ വിശ്വാസിയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എറണാകുളം ഫെയ്ത്ത് സിറ്റിയിലെ വിശ്വാസിയാന്നും പറഞ്ഞിട്ട് കാര്യമില്ല, റാന്നി ഫെയ്ത്ത് സിറ്റിയിലെ വിശ്വാസിയാന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ റാന്നിയിലെ കാര്യം പറഞ്ഞ് അവിടെ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. റാന്നി ഫെയ്ത്ത് സിറ്റിയിലെ വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഏത് സഭയിലെ വിശ്വാസിയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കർത്താവ് വരുന്ന സമയത്ത് നമ്മൾ ഈ മാനസാന്തരം കാണുന്നില്ലെങ്കിൽ നമ്മളെ നീക്കി കളയുമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഒരാമയും പറഞ്ഞു, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഓ സ്വത്രം, മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ ഈ അടക്കാൻ നേരത്തൊക്കെ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15 അധികം മൊത്തം വായിച്ച് നമ്മൾ പ്രസംഗിച്ച് കളയും. 90 സങ്കീർത്തനമൊക്കെ നീട്ടിയാണ് പാടുന്നത്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെ നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. പിന്നെ സ്തോത്രം, ഈ അവസാനം സെല്ലാറിനകത്തോട്ട് കയറ്റി വെക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പറയുന്ന കുറേ പദങ്ങളുണ്ട്. ആ പദങ്ങളെന്ന് പറയുന്നത് ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. കൂട്ടത്തിൽ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശയോടെ പൊടിപണ്ടായിരുന്നത് പോലെ മണ്ണോട് മണ്ണ് ചേരേണ്ടതിന് ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പൂഴിക്ക് ഏൽപ്പിക്കുന്നു. നീയോ പ്രിയ പിതാവേ, പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. ഇത് കേട്ട അച്ചായൻ്റെ അകത്ത് ഭയങ്കര ഒരു വിശ്വാസ നിത്യത ചെന്ന് കാണാം. മരിക്കാൻ നേരത്ത് മാനസാന്തരം ഉണ്ടല്ലേ നടക്കത്തുള്ളൂ. ഞാൻ ഓർത്ത് നിങ്ങൾ കൈയടിക്കുമായിരിക്കും. ഹലോ, മരിക്കാൻ നേരത്ത് മാനസാന്തരം ഉണ്ടെങ്കിലേ നടക്കത്തുള്ളെന്ന്. ഒന്നുകിൽ മരിക്കുമ്പോൾ മാനസാന്തരത്തിൽ വേണം മരിക്കാൻ. മാനസാന്തരത്തിന്റെ തെളിവ് ക്ലീൻ ഷേവ് അല്ല, വൈറ്റ് ആൻഡ് വൈറ്റ് അല്ല, ആഭരണ വർജനമല്ല. ഇതൊക്കെ ആവശ്യമാണ്, നടന്നോട്ടെ. പക്ഷേ മാനസാന്തരത്തിന്റെ തെളിവ് സ്വഭാവത്തിൽ പ്രകടമാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ കുഞ്ഞെ ഇടുക്കുവാതിലായി. ഇത് ഒത്തിരി പേരെ കൈപിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അകത്തോട്ട് കിടക്കണമെങ്കിൽ പോരാടണം. ഒരാമയും പറഞ്ഞു, പോരാ പോരാ, ശബ്ദം ഉയർത്തി ഒരാമയും പറ. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെ മാനസാന്തരം നിലനിർത്തണമെങ്കിൽ പോരാടണമെന്ന്. നെഹമ്യാവിന്റെ പോരാട്ടം കുറച്ചുകൂടി എളുപ്പമാ. കയ്യിൽ ചുറ്റികയും മറുകയിൽ വാളുവാ. പക്ഷെ ഇത് ഇച്ചിരി പ്രയാസമാണ്. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞു. അത് ഒന്നാമത്തെ കാര്യമാണ്. കൊലോസ്യ ലേഖനം 1:29 വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഒന്നുകൂടെ, ഞാൻ പോരാടിക്കൊണ്ട്. കമാൺ, ഒന്നുകൂടെ പറഞ്ഞേ. ഞങ്ങളിങ്ങനെ തുടർമാനമായി പ്രസംഗിക്കുന്നവരാണല്ലോ. അപ്പോൾ ഈ മിക്കവാറും ഏത് യോഗത്തിന് ചെന്നാലും ലൈവാണ്. ചിലപ്പോൾ ഇതുപോലുള്ള ക്യാമറ കാണും. ഇനി ഒരു ക്യാമറ ഇല്ലെങ്കിൽ ഒരു ഫോണും കൊണ്ടാണേലും ഒരുത്തം നിൽക്കും. ലൈവാ, മൊത്തം ലൈവാ. അതിൻ്റെ അടി വരുന്ന കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ വേർപ്പിൻ്റെ അസുഖം ഉള്ളവരെന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. സ്വോത്രം. അവർക്കറിയാൻ മേലാത്തത് കൊണ്ട് ഇതാണ് ഞങ്ങളുടെ ജോലി. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്, ഒത്തിരി അധ്വാനമുണ്ട്. അത് വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. അതുകൊണ്ട് പോൾ പറയുന്നത്, ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. മിനിസ്ട്രിയും ഒരു പോരാട്ടമാണ്. ഒരാമയും പറഞ്ഞു. സ്തോത്രം. മിനിസ്ട്രിയും ഒരു പോരാട്ടമാണ്.
കൊലോസ്യ ലേഖനം 2:2 വരുമ്പോൾ അടുത്ത ഒരു പോരാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊന്നും ഫിസിക്കലി സംഭവിക്കുന്ന കാര്യമല്ല, ഇതെല്ലാം സ്പിരിച്വലി ഉള്ള കാര്യമാണ്. ശരിക്കും നിങ്ങൾ അറിയണം, നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ഇതൊരു പോരാട്ടമാണ്. ക്രിസ്തീയ ജീവിതത്തെ ഒരുപാട് മെറ്റാഫറിക്കൽ വേർഡ്സസ് കൊണ്ട് പൗലോസ് ഉപമാനം ചെയ്തിട്ടുണ്ട്. അതിലെ ഒന്നാണ് ക്രിസ്തീയ ജീവിതത്തെ ഓട്ടം എന്ന് വിളിക്കുന്നത്. ഇതൊരു ഓട്ടമാണ്. ഇതൊരു ഓട്ടമാണ്. ഈ ഓട്ടത്തിൻ്റെ പ്രത്യേകത, എല്ലാവരും ഓടുന്നു, പക്ഷേ ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. എന്നിട്ട് പറയാം, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ഞാനും ഓടുന്നു, ഷായിച്ചാനും ഓടുന്നു. എൻ്റെ ഷായിച്ചാൻ്റെ ലക്ഷ്യം എന്നാണെന്നറിയാവോ? പറ. എന്നെക്കാട്ടിൽ കുറച്ചുകൂടെ ഓടാൻ റെജി പാസ്റ്റർക്ക് അറിയാം. അപ്പോൾ പുള്ളി ഓടിക്കോട്ടെ, ഞാൻ പുറകെ പൊക്കോളാം, എനിക്കൊരസൂയയില്ല, കാര്യമില്ല. രണ്ടുപേർക്കും ഒറ്റ ലക്ഷ്യമാണ്, ബിരുദ പ്രാപിക്കണം. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തെ ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്ന വാക്കാണ് ഇതൊരു പോരാട്ടമാണ്. ആമേൻ. എബ്രായ ലേഖനം 12:4 വരുമ്പോൾ, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. 1 പത്രോസ് ലേഖനം 2:11 വരുമ്പോൾ, നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്, ശ്രദ്ധിച്ചേ, അപ്പോൾ ഈ ജഡമോഹങ്ങളെ വിട്ടകന്ന് നിൽക്കണമെങ്കിൽ പോലും അതൊരു പോരാട്ടമാണ്. ഹല്ലേലൂയ. യൂദയുടെ ലേഖനമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. യൂദയുടെ ലേഖനത്തിൽ യൂദ പറയുന്ന ഒരു കാര്യമുണ്ട്. 3 വാക്യത്തിൽ, നിങ്ങൾക്കായി ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഈ ദൈവം എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാട് തന്നത്, ബിസിനസ് ചെയ്യാൻ വേണ്ടി മക്കൾക്കും ഭാര്യയ്ക്കും പണം ഉണ്ടാകാൻ ബിസിനസ് ചെയ്യാൻ പോരാടാൻ പറയാനല്ല. സ്തോത്രം. കുറച്ചുകൂടെ പേരും പ്രസിദ്ധിയും ഉണ്ടാകാൻ കുടുംബത്തിന് വേണ്ടി പോരാടാൻ പറയാനല്ല ദൈവം എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. ദൈവം എനിക്ക് നിയോഗം തന്നിരിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കുറയാതെ വർദ്ധിക്കാൻ പോരാടുക എന്നുള്ളതാണ്. മേൻ, ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, എൻ്റെ പ്രിയരെ, വിശ്വാസ ജീവിതം നയിക്കുന്ന നമ്മളെല്ലാവരും തന്നെ പോരാളികളാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ നോക്കി ഞാൻ പറയാം, നമ്മൾ പോരാളികളാണ്. അതിൽ ഞാൻ ഏറ്റവും അധികമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം, വിശ്വാസത്തിനു വേണ്ടി പോരാടുക എന്ന് പറയുന്ന അത് ഞാൻ പറയാം, ചർച്ചിനകത്തല്ല നടക്കേണ്ടത്. ഫെയ്ത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടത് ചർച്ചിനകത്തല്ല. ഞാൻ ഫെയ്ത്ത് സിറ്റിയിൽ ഇതുവരെയും വന്നിട്ടില്ല. ഒരു പ്രാവശ്യം എന്നെ വിളിച്ചായിരുന്നു, അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, ഡേറ്റ് ഇല്ലായിരുന്നു. ഞാൻ ആ ചർച്ചിൽ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അതുകൊണ്ട് അവിടുത്തെ ആ സിസ്റ്റം അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ സങ്കീർത്തനമായനെയും പാട്ടും ടെസ്റ്റിമണിയും ഓഫറിങ്ങും അനൗൺസ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രസംഗിക്കാൻ മിക്കവാറും 1 മണിക്കൂർ മുതൽ പരമാവധി ഒരു 1.25 മണിക്കൂർ വരെ കിട്ടത്തുള്ളൂ. ഹലോ, ഈ 1.25 മണിക്കൂർ കൊണ്ട് എന്നൊക്കെ പറയണം? അതുകൊണ്ട് ഫെയ്ത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടത് ചർച്ചിനകത്തല്ല, ഫെയ്ത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടത് ഫാമിലിക്കകത്താണ്. അത് വഴക്കല്ല, അത് ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും അപ്പനും അമ്മയും മക്കൾക്കും തിരിച്ചും മക്കൾ അപ്പനും അമ്മയ്ക്കും വേണ്ടി നടത്തേണ്ടുന്ന ഒരു പോരാട്ടമാണ് ഈ ഫെയ്ത്തിന് വേണ്ടിയുള്ള ഫൈറ്റ് എന്ന് പറയുന്നത്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, മക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ കൃപയിൽ നിൽക്കാനുള്ള ഉത്തരവാദിത്വം സഭയിലെ പാസ്റ്റർക്കല്ല, നമുക്കാ. ഈ യോശുവ ഒരിക്കൽ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ. സത്യത്തിൽ അതൊരു പരാജയത്തിൻ്റെ വേടാണ്.
നിങ്ങളെന്നെ തുറിച്ച് നോക്കുക എന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് പോലെ യോശുവയ്ക്ക് അത് പറയാൻ പറ്റത്തില്ല. ഈ 6 ലക്ഷം പുരുഷന്മാരുടെ ലീഡറാണ് യോശുവ. ഹലോ, ഇവരുടെ ഉത്തരവാദിയാണ് ഈ മനുഷ്യൻ. ഇവരെ നയിച്ചിട്ട് ഈ മനുഷ്യൻ പരാജയപ്പെട്ടു. യോശുവയുടെ ലീഡർഷിപ്പ് പരാജയം എന്നല്ല പറഞ്ഞത്, ഈ ദൈവവുമായിട്ടുള്ള ഏകാഗ്രതയിൽ ഇവരെ നിർത്താൻ പറ്റുന്നില്ല. ഞാനതിന് ഒത്തിരി ഉദാഹരണങ്ങൾ തരാം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നോടൊപ്പം വരണേ. നമ്മൾ ഈ മോശയുടെ കാലഘട്ടത്തിൽ തന്നെ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ ബിലയാമിൻ്റെ ഉപദേശം നമ്മൾ വായിക്കുന്നില്ലേ? ബിലയാമിൻ്റെ ഉപദേശം എന്നാന്ന് ഞാൻ പറയാം. ബിലയാമിൻ്റെ ഉപദേശം അത് ഈ കാലഘട്ടത്തിലുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവണ്ണം ബിലയാമിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ അവിടെ നിനക്ക് ഉണ്ട്. ബിലയാമിൻ്റെ ഉപദേശം എന്താണെന്ന് ഞാൻ പറയാം. സ്തോത്രം. ബിലയാമിൻ്റെ ഉപദേശം എന്ന് പറയുന്നത്, ഈ പുള്ളി 22-23 അധ്യായങ്ങൾ ഇവരെ ശപിക്കാൻ വേണ്ടി കയറി നിൽക്കുക ബിലയാം. പക്ഷേ ശപിക്കാൻ വാ തുറന്നപ്പോൾ ശാപം വരുന്നില്ല, അനുഗ്രഹമാണ് വരുന്നത്. സ്തോത്രം. അപ്പം ഈ മനുഷ്യൻ ഇതിൻ്റെ പിന്നാലെ പോയി. ഇവരെ എന്തുകൊണ്ട് ശപിക്കാൻ പറ്റുന്നില്ല? ഷാജി പാസ്റ്റർ മുമ്പേ പറഞ്ഞു, തനിച്ചു പാർക്കുന്ന ഒരു അതാ കാര്യം. ബിലയാമിന് മനസ്സിലായി ഇവർ മലിനപ്പെടാത്തവരാ, തനിച്ചു പാർക്കുന്ന ജനമാണ്. സ്തോത്രം. അപ്പം ബിലയാം ഒരു ഉപദേശം വെച്ചു കൊടുത്തു, ഒരു കാര്യം ചെയ്യ്, മോവാബ്യ പെമ്പിള്ളാരെ ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു. മോവാബ്യ പെമ്പിള്ളാര് ഇസ്രായേൽ ജനത്തിന്റെ ഇടയ്ക്കൂടെ കറങ്ങാൻ തുടങ്ങി. അപ്പൊ ഇവർക്കൊരു വെറൈറ്റി ഒക്കെ തോന്നി, വേഷം കൊണ്ടും ശൈലി കൊണ്ടും ഒക്കെ ഒരു വെറൈറ്റി. അപ്പൊ ഇസ്രായേലിലെ ചെറുപ്പക്കാർ പറഞ്ഞു, ഈ പെമ്പിള്ളാരെ കൊള്ളാം, ഇവിടെ ഒന്ന് അങ്ങോട്ടും കല്യാണം കഴിച്ചു, അവിടെ ഒന്ന് ഇങ്ങോട്ടും കല്യാണം കഴിച്ചു. നിങ്ങൾ സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1-ാമത്തെ വാക്യം കാണിക്കണേ. ജനം ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അതാ വിഷയം. ഇത് ബിലയാമിന്റെ ഉപദേശമാണ്. ബാലാക്കിന് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നമ്മുടെ ഇടയിലെ പെമ്പിള്ളാരെ ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു. പെമ്പിള്ളാരങ്ങ് ഇറങ്ങിച്ചെന്നപ്പോൾ ഈ തനിച്ചു പാർക്കുന്ന ജനം മലിനപ്പെടാൻ തുടങ്ങി. ഇതാണ് വിഷയം. ഇനി അവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ അതിന്റെ 2-ാമത്തെ വാക്യം നോക്കിയാൽ, 2-ാമത്തെ വാക്യം, അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഞാനത് നമ്മുടെ പശ്ചാത്തലത്തിൽ പറയാമേ. ഈ വിവാഹം കഴിഞ്ഞ് 1-ാമത്തെ വർഷം അവിടെ ഉത്സവം തുടങ്ങിയപ്പോൾ പെങ്കൊച്ചു പറഞ്ഞു, അച്ചാച്ച എറണാകുളത്ത് എന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, ചേട്ടാന്ന് മറ്റോ ആണോ എന്തോ. ഞങ്ങൾ ഈ പത്തനംതിട്ടക്കാരായതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ പറയാം. അച്ചാച്ച ഞാൻ എല്ലാ പ്രാവശ്യവും ഉത്സവത്തിന് പോകുമായിരുന്നു, ഈ പ്രാവശ്യം എങ്ങനെ? അപ്പോൾ പറഞ്ഞു, കൊച്ചെ അത് നടക്കത്തില്ല, പാസ്റ്റർ അഴിഞ്ഞാൽ മുടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, പാസ്റ്റർ അറിയത്തൊന്നുമില്ല, ഞാൻ പറഞ്ഞാലല്ലേ മുടക്കത്തുള്ളൂ. അച്ഛനൊരു കാര്യം ചെയ്താൽ മതി, പാർക്കിങ്ങിൽ കിടന്നാൽ മതി, ഞാൻ പോയിട്ട് വരാം. അപ്പം അതൊരു നല്ല ഓപ്ഷനാണ്. അച്ഛൻ ചെന്ന് പാർക്കിങ്ങിൽ കിടന്നു. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പെങ്കൊച്ച് തിരിച്ചിറങ്ങി വന്നപ്പോൾ പറഞ്ഞു, 9 മണിയായി, ഇന്നിനിയും പോയ ഹോട്ടലൊന്നും കിട്ടത്തില്ല, ഇവിടുത്തെ ഭക്ഷണമാണെങ്കിൽ നല്ല സൂപ്പർ ഭക്ഷണമാണ്. ഈ കൊട്ടാരക്കര TPMന്റെ കൺവെൻഷൻ്റെ ഭക്ഷണം സൂപ്പറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ ചിലയിടത്തെ ഭക്ഷണത്തിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞു, ഇവിടുത്തെ ഭക്ഷണം സൂപ്പറാണ്, അച്ഛനൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞു, പാസ്റ്റർ അറിഞ്ഞാൽ. അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞാലല്ലേ പാസ്റ്റർ അറിയത്തുള്ളൂ, ഞാൻ പറയില്ല. അവർ രണ്ടുപേരും കൂടെ കയറി കഴിച്ചു. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിച്ചു. അടുത്തത് പറ ജനം ഭക്ഷിച്ചു അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും. കണ്ടോ, മോശ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഈ പറയുന്നത്. പരിണിത ഫലം, ദൈവത്തിന്റെ കോപം ജനത്തിന്റെ നേരെ ജ്വലിച്ചു. അതാ ഞാൻ പറഞ്ഞു, ഈ ജനത്തെ നിർത്താൻ പറ്റുന്നില്ല. ഒടുവിൽ പരാജയം സമ്മതിച്ച യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ. സ്വതന്ത്രം. ഇത് പറയാൻ പറ്റണം കേട്ടോ. ഞാനും ഞാനും എൻ്റെ കുടുംബവുമോ. ഒരു ലീഡർ അത് പറയുമ്പോൾ പരാജയമാണ്, പക്ഷേ ഒരു സാധാരണക്കാരൻ അത് പറയുമ്പോൾ അത് ജയമാണ്.
ഇവിടെ ഇരിക്കുന്ന ഒരമ്മ എഴുന്നേറ്റ് എന്ന് പറയുക, ഞാനും എൻ്റെ പിള്ളേരും ഞങ്ങൾ യഹോവയെ, ആ കുഞ്ഞുങ്ങളെ അങ്ങനെ കൃപയിൽ നിർത്താൻ ഒരമ്മയ്ക്ക് ഒരപ്പന് കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. സ്വത്രം സ്വത്രം. നമ്മൾ സൺഡേ സ്കൂളിൻ്റെ ടൈമും കൂടെ ട്യൂഷന് വിടാനാണ് ശ്രമിക്കുന്നത്. പരിണിത ഫലം എന്നാണെന്നറിയാം, നമ്മുടെ പെൺപിള്ളേർ ചിലര് ആടിനെ തീറ്റാൻ അഫ്ഗാനിസ്ഥാനിലുണ്ട്, പിടികിട്ടിയില്ല. അത്രയും പറഞ്ഞാൽ മതി. സ്വത്രം. ഹല്ലേലൂയ. ഫെയ്ത്ത് ആരാണ് കൈമാറ്റം ചെയ്യേണ്ടത്? നമുക്ക് ഈ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലമടലുകൾ ഒടിഞ്ഞു വീഴുന്നത് പോലെ, പച്ചളിയിൽ പച്ചപ്പുഴു പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഈ ഇതാളുകളിൽ, ഇതൊന്നും അല്ല ഫൈറ്റിങ്. സ്വത്രം. അതൊക്കെ നമ്മുടെ ഇടയിൽ ചിലവാകുമെന്നേ ഉള്ളൂ. ഇതല്ല ഫൈറ്റിങ്. ഫൈറ്റിംഗ് എന്ന് പറയുന്നത് കുടുംബത്തിനകത്ത് നമ്മുടെ തലമുറ കൃപയ്ക്കകത്ത് നിൽക്കാൻ ഫൈറ്റ് ചെയ്യണം. സഭയോട് പറയുകയാണ്, പെർഗമോസിലെ സഭ, പെർഗമോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? പരിണീത. പരിണീത എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ പറയാം. ഒരു സ്ത്രീ ഒരു യുവാവുമായി വിവാഹ നിശ്ചയം ചെയ്തതിന് ശേഷം അവൾ മറ്റൊരു യുവാവിനെ വിവാഹം ചെയ്താൽ അവളെ വിളിക്കുന്ന പേരാണ് പരിണീത. ഇവിടെ സഭ യേശുക്രിസ്തുവുമായി ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നിട്ട് യേശുവിനെ അനുധാപനം ചെയ്യേണ്ടതിന് പകരം മറ്റു പലതിൻ്റെയും പിന്നാലെ പോവുക. അതാ പറയുന്നത്. ബിലയാമിന്റെ ഉപദേശം പിടിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ നിനക്ക് ഉണ്ട്. സ്തോത്രം. ചെറുക്കനെങ്ങാണ്ടൂടെ നടന്നൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ചിട്ട് പാഴ്സണേജ് ചെന്നു. അച്ഛാ, മോനൊരു കല്യാണമൊക്കെ ഇപ്പം തിരക്കി പിടിച്ചോ പാസ്റ്റർ പറഞ്ഞു, അതിവിടെ നടക്കത്തില്ല. ഉടനെ അപ്പം ചോദിക്കുകയാണ്, ചെറുക്കനും പെണ്ണിനും ഇഷ്ടമാണെങ്കിൽ പിന്നെ അച്ഛൻ എന്നാ കുഴപ്പം? അച്ഛാ, ഇതിൻ്റെ പേരാണ് ബിലയാമി ഉപദേശം. അറിയത്തില്ലെന്നേ ഉള്ളൂ. എന്നെ അങ്ങ് വിട്ടേക്കണേ, വണ്ടിയുടെ കാറ്റൊന്നും അഴിച്ചു വിടല്ലേ. ഞാൻ സത്യമാണ് പറയുന്നത്, മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇതുമായിട്ട് അങ്ങ് ഇഴുകിച്ചേരുകയാണ്. ഇതാണ് ബിലയാമി ഉപദേശം. ഇത് വരാതിരിക്കാനാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. 28ാമത്തെ വയസ്സിൽ ചെറുക്കം പോയി ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കുമ്പോഴല്ല ഫൈറ്റ് ചെയ്യേണ്ടത്, അവനെ കുഞ്ഞുപ്രായത്തിൽ കൈ കിട്ടുമ്പോഴാണ് നമ്മൾ തുടങ്ങേണ്ടത്. സ്വതന്ത്രം. എന്നോട് പോണ്ടോ? ദൈവവചനത്തെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കണം പിള്ളേരെ. ഞാനിവിടെ വന്നപ്പം എനിക്ക് പരിചയമുള്ളൊരു ഫാമിലിയെ പറ്റി ഒരു അച്ഛൻ എന്നോട് സംസാരിച്ചായിരുന്നു. അവരൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അവർ ബൈബിളിനെ റെസ്പെക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓർത്തഡോക്സുകാരാ, നല്ല സമ്പത്തുള്ളവരാ. സ്വതന്ത്രം. നല്ല സമ്പത്തുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാഷും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അങ്ങനെ എല്ലാ പ്രാവശ്യവും പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കുന്ന ഫാമിലിയാണ്. അപ്പം അവർ ബൈബിളിനെ റെസ്പെക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബൈബിള് പ്രാർത്ഥന പായിലിരിക്കുകയാണെങ്കിൽ അവരത് എടുത്തിട്ട് ആ ബൈബിൾ ചുംബിച്ചിട്ട് അത് വെക്കേണ്ടിടത്ത് കൊണ്ടുവെക്കും. നിങ്ങൾ ആരാധന കണ്ടിട്ടുണ്ടോ? നമ്മുടെ പിള്ളേർ കാലുകൊണ്ട് ഇങ്ങനെ നീക്കും, കണ്ടിട്ടുണ്ടോ? ഇതെവിടുന്നാണ് കിട്ടേണ്ടത്? ബാല്യത്തിൽ ദൈവസഭയെയും ബാല്യത്തിൽ ദൈവ സാന്നിധ്യത്തെയും ബാല്യത്തിൽ ദൈവവചനത്തെയും റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കാത്തത് കൊണ്ടല്ല ഈ ഗതികേട് നമുക്കുണ്ടാകുന്നത്. നമ്മൾ മിണ്ടുന്നില്ല. അപ്പം അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കാതിരിക്കാൻ ഫൈറ്റ്, അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇത് നിങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാ പ്രിയരെ. ഈ പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ അപ്പന്മാരും അമ്മമാരും ഒക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത്താഴം തരത്തില്ലെന്ന് പറയത്തില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുള്ള അപ്പനമ്മമാർ. ഇപ്പം നമ്മളത് തിരിച്ചിട്ട് പറഞ്ഞു, മോനെ പപ്പയും മമ്മിയും കൂടെ പിന്നെ പ്രാർത്ഥിച്ചോളാം, നീ അത്താഴം കഴിഞ്ഞിട്ട് കിടന്നോളാൻ. കാരണം സ്ത്രീ ജന്മം പുണ്യജന്മം, നിന്റെ ജന്മം പാഴ്ജന്മം. 24 സീരിയല് 6:30 തൊട്ട് 9:30 വരെ കണ്ടിട്ട് സ്തോത്രം അപ്പനും അമ്മ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് കൊച്ചൊന്ന് സോഫയുടെ കീഴിലും മറ്റൊന്ന് ടീപ്പോയുടെ കീഴിലും കിടന്ന് ഉറക്കമാകും. പിന്നെ എങ്ങനെയും കൊടുത്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഈ ഫെയ്ത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ
അതിന് മൂല്യം ആദ്യം മനസ്സിലാക്കണം. ഒരാമയും പറഞ്ഞാട്ടെ. ഉണർവെല്ലാം പോയെന്നാ തോന്നുന്നേ. ഹല്ലേലൂയ. ഈ പെർഗമോസിലെ സഭയിലെ നിക്കോലാബി ഉപദേശം, ബിലിയാമി ഉപദേശം മാത്രമല്ല, വേറൊന്നുകൂടെ അവിടെ ഉണ്ടായിരുന്നു, നിക്കോലാബി ഉപദേശം. അവണ്ണം മോനെ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം തോന്നുന്നു. അവണ്ണം നിക്കോലാബിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ അവിടെ നിനക്ക് ഉണ്ട്. ഈ നിക്കോലാബി ഉപദേശം സാധാരണ കമന്ററി വായിച്ചാൽ കിട്ടത്തില്ല. ഞാനിത് പഠിക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചു, ഒരുപാട് പുസ്തകങ്ങൾ പരതി. ഒടുവിൽ എനിക്ക് കിട്ടി നിക്കോലാബി ഉപദേശം എന്നാണ്. നിക്കോലാബി ഉപദേശം 12 പോയിന്റ് ഉണ്ട്. അതിൽ 3-4 കാര്യങ്ങൾ പറയാം. ഒന്ന്, പഴയ നിയമത്തിൻ്റെ ദൈവം ക്രൂരനാണ്, ആ ദൈവത്തെ നമുക്ക് വേണ്ട. 2, പുതിയ നിയമത്തിൻ്റെ ദൈവം ദയാലുവാണ്, ആ ദൈവത്തെ നമുക്ക് മതി. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ സ്വഭാവം മാറ്റാനല്ല, ശിക്ഷാവിധി മാറ്റാനാണ്. എന്നാ എളുപ്പമാണെന്ന് നോക്കിക്കേ. ശിക്ഷാവിധി മാറുകയും ചെയ്തു, സ്വഭാവമൊട്ട് മാറ്റുകയും വേണ്ട. സഭയ്ക്കകത്ത് ന്യായവിധി, ശിക്ഷാവിധി ഇത്യാദി കാര്യങ്ങൾ മിണ്ടരുത്. എന്തെളുപ്പമായി? ഇവിടെയാണ് നമ്മൾ ഫെയ്ത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഒരാമയും പറഞ്ഞു. ഹല്ലേലൂയ. സ്വകുടുംബത്തിനകത്ത് അത് സംഭവിക്കണം. ഓരോ അപ്പനും ഓരോ അമ്മയും മക്കളെ ആ വിധത്തിൽ ട്രെയിൻ ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ അല്പം കൂടെ കാര്യമായിട്ട് എൻ്റെ കൂടെ വരണേ. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അപ്പനും അമ്മയും നമ്മെ ഇങ്ങനെ നിർബന്ധിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഈ വിധത്തിൽ നിൽക്കുന്നത്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ തലമുറയെ ഈ വിധത്തിൽ നിർബന്ധിച്ചില്ലെങ്കിൽ അവരെവിടെ ചെന്ന് നിൽക്കുമെന്നാണ് പറയുന്നത്. ഇവിടെയാണ് വിശ്വാസത്യാഗം ചർച്ച ചെയ്യേണ്ടത്. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ അപ്പോസ്റ്റസി. അത് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. അവിടെ വായിക്കുന്നുണ്ട്, ആരും ഏത് വിധേന നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ആ വാക്ക് ശ്രദ്ധിച്ചേ. ആദ്യമേ വിശ്വാസത്യാഗം, അപ്പോസ്റ്റസിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അപ്പോസ്റ്റസി എന്ന വാക്കുണ്ടായത്. ഈ അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ അകന്നു പോകുക, ദൂരെ പോകുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് മാറുമ്പോൾ അതിൻ്റെ മൂല്യത്തെ, അതിൻ്റെ ഗൗരവത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ അപ്പോസ്റ്റസിക്കകത്താണ്. ഈ അപ്പോസ്റ്റസിക്ക് 7 ലക്ഷണങ്ങളുണ്ട് കേട്ടോ. 7 ലക്ഷണങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ ലക്ഷണമാണ് ദൈവനിഷേധം. ഈ ദൈവനിഷേധം എന്ന് പറയുമ്പം ദൈവം ഇല്ല എന്ന് പറയുന്നതല്ല. 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 4-5 വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. ദൈവം ഇല്ലെന്ന് പറയുന്നതല്ല, പകരം അത് എന്താണെന്നറിയാമോ? അവിടെ നമ്മൾ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞ് എന്നാ? ദൈവപ്രിയമില്ലാതെ. എന്നാ ഇല്ല? പറഞ്ഞു എന്നാ ഇല്ല? ഉച്ചത്തിൽ പറ. ദൈവപ്രിയം ഇല്ല. മാരുതി 800-ന്റെ വൈപ്പർ ഓൺ ആക്കുന്നത് പോലെ നമ്മൾ ഇങ്ങനെ ആരാധിക്കുന്നുണ്ട്, പക്ഷെ ഏതില്ല? പറ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ, പക്ഷെ ഏതില്ല? ദൈവപ്രിയമില്ല. ഹലോ, പാടുന്നത് ദൈവപ്രിയത്തിലായിരിക്കണം, ആരാധിക്കുന്നത് ദൈവപ്രിയത്തിലാവണം, വചനം കേൾക്കുന്നത് ദൈവപ്രിയത്തിലാകണം. ബാബു പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് കണ്ണുരുട്ടുന്നത് കൊണ്ട്, പേടിച്ച് അകത്തിരിക്കുന്നത് കൊണ്ട് അച്ഛാ ഒരു ഗുണമില്ല. ഇരിക്കുകയാണ് ദൈവപ്രിയത്തിലിരിക്കണം. ഓ, മിണ്ടുന്നില്ല. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. സ്തോത്രം. അടുത്ത ഞായറാഴ്ച നിങ്ങൾ ആരാധിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അപ്പോഴേ ഓർത്തോണം, ആരാധിക്കുകയാണെങ്കിൽ ഈ
നിങ്ങൾ ഈ എന്താണ്, എനിക്ക് ആ സ്റ്റാൻഡിൻ്റെ പേര് പറയാൻ അറിയത്തില്ല, വീഡിയോ വലിയ സ്റ്റാൻഡിലിട്ട് എന്നാ ജിബോ നിങ്ങൾ കണ്ടിട്ടില്ല? ഇതുപോലെയാണ് ചിലർ സ്തോത്രം ആരാധനയ്ക്കകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അവരുടെ തല ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ആരാ ഇപ്പം വന്നേ, ആരാ ഇപ്പം പോന്നേ, ആരാ കൈയടിക്കാതെ നിൽക്കുന്നത്, എന്നിട്ട് ഇന്നയാൾ കൈയടിക്കുന്നുണ്ടോ? അച്ഛാ ആരാധിക്കാൻ നിൽക്കുകയാണ്, ദൈവപ്രിയത്തിൽ ആരാധിക്കണം. ഓ മിണ്ടുന്നില്ല. ദൈവപ്രിയമില്ലെങ്കിൽ ദൈവനിഷേധമാണ്. നിങ്ങളിവിടെ ഗൗരവത്തോടൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം വായിക്കുമ്പം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു, ഒരേ ആത്മീക ആഹാരം തിന്നു. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ എങ്കിലും, ബാക്കി എല്ലാവരും കൂടെ പറ, എങ്കിലും, ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞേ, എങ്കിലും അവരിൽ മിക്ക പേരിലും, കമോൺ, എങ്കിലും അവരിൽ, മാലം കമ്മിൽ മൊത്തം ഊരിക്കളഞ്ഞു. സ്വതന്ത്രം ഇവിടെല്ലാം വളരെ ക്ലിയറാണ്, വെള്ളം മാത്രമേ ഇടത്തുള്ളൂ. സ്തോത്രം. പക്ഷെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്ത വാക്ക്, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായോ? എടാ, അവരെ തള്ളിയിട്ട ദൈവം മര്യാദയ്ക്ക് ജീവിച്ചില്ല, നിന്നെ തള്ളിക്കളയുമെന്നാണ്. നമുക്ക് എവിടുന്നാ പ്രിയരെ ഈ ഒരു ഈസി മൈൻഡ് കിട്ടിയത്? ഇങ്ങനെ പോയ കുഴപ്പമില്ലെന്ന് നമ്മളോട് ആരാ പറഞ്ഞു? ഇവിടെയല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ഫെയ്ത്തിന് വേണ്ടി? അച്ഛാ, ഈ സ്ക്രീനൊക്കെ ഇവിടെ കൊണ്ടുവച്ചതിന് സ്വോത്രം. കാരണം നമ്മുടെ ആളുകൾ ബൈബിൾ കൊണ്ട് വരത്തില്ല, വന്ന തുറക്കത്തില്ല, തുറക്കേണ്ടത് തുറക്കത്തില്ല. പാസ്റ്റർ ലേഖനത്തിൽ നിന്ന് പ്രസംഗിക്കും, അച്ഛാ സങ്കീർത്തനം എടുത്തു വെച്ചോണ്ടിരിക്കും. പാസ്റ്റർ സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിക്കും, അച്ഛാൻ ലേഖനം എടുത്തു വെച്ചോണ്ടിരിക്കും. അപ്പം ഇതാകുമ്പോൾ കണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത്ര വലിയ അക്ഷരമായി നിങ്ങൾക്ക് എഴുതി അയച്ചിരിക്കേ, ഇത് വലിയ അക്ഷരമായിട്ട് എഴുതി അയച്ചു തന്നിരിക്കുകയാണ്, കണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ആരാധിക്കുന്നെങ്കിൽ ദൈവപ്രിയത്തിൽ ആരാധിക്കണം, അല്ല ദൈവനിഷേധമാണ്. ഈ ദൈവനിഷേധം പലയിടങ്ങളിലുണ്ട്, എഴുതുന്ന ഒത്തിരി പേരുണ്ട്. റെഫറൻസ് പറയാം, വായിക്കാൻ നേരമില്ല. ഇയ്യോബ് 31:28, യെശയ്യാവ് 53:13, ഇരമ്യാവ് 5:12, തീത്തോസ് 1:16. തീത്തോസ് 1:16 ഞാൻ വായിച്ചേക്കാമേ. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു. ദൈവം ഇല്ലെന്ന് അവർ പ്രസംഗിക്കുന്നില്ല, പാടുന്നില്ല, പറയുന്നില്ല, പക്ഷെ പ്രവർത്തികളാൽ നിഷേധിക്കുന്നു. ദൈവപ്രിയമില്ലാത്ത സകല പുള്ളികളും പ്രവർത്തികളാൽ ദൈവത്തെ നിഷേധിക്കുക. വിശ്വാസത്യാഗത്തിന്റെ 1-ാമത്തെ ലക്ഷണം അത്, പ്രവർത്തികളാൽ നിഷേധിക്കുന്നു. ഈ 2-ാമത് ക്രിസ്തു നിഷേധമാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളാരും ക്രിസ്തു നിഷേധം നടത്തുന്നവരല്ല, ഒരർത്ഥത്തിലുമല്ല. ഞാൻ ആ ഭാഗം അവിടെ അങ്ങ് വിടുക. ഇനി 3-ാമത്തെ വിഷയം എന്ന് പറയുന്നത് പുനരാഗമന നിഷേധമാണ്. വിശ്വാസത്യാഗത്തിൻ്റെ 3-ാമത്തെ ലക്ഷണം പുനരാഗമന നിഷേധം. ചിലരൊക്കെ ചുമ്മാ തമാശയ്ക്കൊക്കെ തട്ടിവിടും. ഇവിടെ കർത്താവ് വരുമെന്നൊക്കെ ഉപദേശിമാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. ഉടനെയൊന്നും വരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക്, അച്ഛാ നിങ്ങൾക്ക് ഏതിനെക്കുറിച്ചും തമാശ പറയാം, പക്ഷെ യേശുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് തമാശ പറയരുത്. നിങ്ങൾ മിണ്ടുന്നില്ല. അങ്ങനെയുള്ളവരെ ബൈബിൾ വിളിക്കുന്ന പേര് പരിഹാസി എന്നാണ്. പരിഹാസി. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? മൊത്തം വായിച്ചു നിൽക്കാൻ നേരം ഇല്ലാത്തത് കൊണ്ട് എന്ന് പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളണം. നോക്കെ, പരിഹാസികൾ പരിഹാസത്തോടെ അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിക്കുന്ന പരിഹാസി. പുനരാഗമന നിഷേധം. ഹല്ലേലൂയ. ഈ അതിലെ അടുത്ത വിഷയം എന്ന് പറയുന്നത് പത്യോപദേശ നിഷേധമാണ്. പിണങ്ങോ നിങ്ങൾ എന്നോട്? ഇല്ലല്ലോ അല്ലേ?
ഞാൻ യാഥാർത്ഥ്യമാണ് പറയുന്നത് കേട്ടോ. ഈ പറയുന്നതിനെല്ലാം ബിബ്ലിക്കലി എവിഡൻസ് തുറന്നു വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പത്യോപദേശ നിഷേധം എന്ന് പറഞ്ഞാൽ അവിടെ 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം, 2 തിമോഥെയോസ് 4:3 അവിടെ എഴുതിയിരിക്കുന്നത്, അവർ പത്യോപദേശം പൊറുക്കാതെ. നോക്കിയോ എല്ലാവരും കൂടെ ചേർന്നത് വായിക്കും. അവര് പറഞ്ഞോ പത്യോപദേശം. അപ്പൊ ഏത് പൊറുക്കത്തില്ല? കമോൺ, ഇത് കേൾക്കുന്നതങ്ങ് അലർജിയാണ്. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം. ഞാൻ ഈ പ്രഭാഷകനായിട്ട് ഒരു 10-15 വർഷമായി. ഈ എന്നെ റെജി ശാസ്താംകോട്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ശാസ്താംകോട്ടക്കാരനല്ല, ആ നാടുമായിട്ട് ബന്ധമുള്ള ആളല്ല. അവിടെ ചച്ചപൂണ്ട പാസ്റ്ററായിരുന്നപ്പോൾ പ്രസംഗം തുടങ്ങിയത് കൊണ്ട് എൻ്റെ പുറകെ വന്ന പേരാണ് ഈ ശാസ്താംകോട്ട. ഞാൻ സത്യത്തിൽ ഇപ്പോൾ ബീച്ചാൻ്റെ വീടിനടുത്ത് കുമ്മനാടാണ് താമസിക്കുന്നത്. അപ്പം ഈ സ്തോത്രം, ഞാൻ ഈ 10-15 വർഷമായിട്ട് ഇങ്ങനെ പ്രസംഗം തുടങ്ങി വന്ന ഒരാളായതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, നിത്യത്വം, ആളത്വം, സ്വർഗം, സിംഹാസനം, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, സഭയുടെ ഉൽപ്രാപണം, ഇതൊക്കെ പറയുമ്പോൾ ജീവിതത്തിൻ്റെ വ്യതിയാനം, മാനസാന്തരം ഒക്കെ പറയുമ്പോൾ ഉറങ്ങുന്ന അമ്മാമ്മ ആരാധിക്കാൻ പോരാട്ടത്തെ തൊട്ടാൽ മതി. നിനക്കെതിരെ നിൽക്കുന്ന മന്ത്രതാന്ത്രിക ശക്തികളെ കർത്താവ് തകർക്കാൻ പോവാന്നൊന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്തെറിഞ്ഞിട്ട് അമ്മാമ്മയെ ആരാധിച്ചോളെ. ഞാൻ പറഞ്ഞ പത്യോപദേശം വേണ്ട. അപ്പോൾ കോട്ടുവ വിടുക, ഉറങ്ങുക, അലക്ഷ്യമാകുക, അടുത്തിരിക്കുന്ന ആളോട് വർത്തമാനം പറയുക, ഫേസ്ബുക്ക് നോക്കുക, ചർച്ചിനകത്തിരുന്ന് വാട്സാപ്പ് മെസ്സേജ് അയക്കുക, ഇൻസ്റ്റായി കയറുക, കോലി 6 അടിച്ചോ എന്ന് നോക്കുക ചർച്ചിനകത്ത്. കുഞ്ഞെ, ഇതിൻ്റെ പേരാണ് ഈ പത്യോപദേശ നിഷേധം. ഇത് കേൾക്കാൻ അങ്ങോട്ട് ഒക്കുന്നില്ല. സ്തോത്രം. ചിലർക്ക് ഈ ഉപദേശം അങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര പാടാണ്. പത്യോപദേശ നിഷേധം അവിടെ എഴുതിയിരിക്കുന്നത്, അവർ പത്യോപദേശം പൊറുക്കാതെ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല, കർണരസമാകുവാർ. ഞാൻ ആ കർണരസത്തെ ഒന്ന് വിശദീകരിക്കാം. ഈ കർണരസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഈ ബഡ്സൊക്കെ വരുന്നതിന് മുമ്പ് ചെവി ചൊറിയുമ്പോൾ ഒരു നാടൻ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അല്ലല്ല, വേറൊരു സാധനമുണ്ട്, കോഴിത്തൂവല്. അതിങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ചെവിക്കകത്തോട്ടിടുമ്പോൾ ചെവിയിലുണ്ടാകുന്ന ഒരു പൊടി രസമുണ്ട്. ഇതാണ് കർണരസം, ഇച്ചിങ് ഇയേഴ്സ്. ചെവിയെ ഇക്കിളിപ്പെടുത്തുന്ന ഒരു പൊടി സുഖം ചെവിക്കകത്തുണ്ടാകുമ്പോൾ ആ ആൾക്ക് എന്താണോ ഫീലാകുന്നത് അതുപോലെയുള്ള പ്രസംഗം കേൾക്കാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, പ്രസംഗം കേട്ട് ചിരിച്ചെന്റെ ഇടപാട് തീർന്നു. ഇതിന്റെ പേരാ കർണരസം. കർണരസം ദൈവോധനം വേണ്ട, കർണരസം. ചെവിയെ രസിപ്പിക്കുന്ന പ്രസംഗം, തമാശ, മേമ്പൊടിയായിട്ട് കോമഡിയിലെ കുറെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഈ മീഡിയ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ട് വിശുദ്ധി എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ്ങോട് കൂടെ ഒരു യൂട്യൂബ് വീഡിയോ ഒന്നിട്ട് നോക്കി, ആർക്കും വേണ്ട. 2 മാസം കൊണ്ട് 220 പേര്. നിന്റെ ജീവിതം പച്ച തൊടാൻ പോകുന്നെന്ന് പറഞ്ഞൊരു ക്യാപ്ഷനോട് കൂടെ ഒരു വീഡിയോ ഇട്ട് 2 മണിക്കൂറിനുള്ളിൽ 2 ലക്ഷം പേര് കാണും. നമുക്ക് പച്ച തൊടുന്ന കാര്യമാണ് ഇഷ്ടം. സ്തോത്രം. ഞാൻ പറഞ്ഞത് കർണരസമായതിലേക്കാണ് ആളുകൾ തിരിയുന്നത്. അങ്ങനെ അവര് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടന്മാരെ ഉണ്ടാക്കുക. സ്തോത്രം. അമ്മാമ്മയാണ് അച്ഛൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, ഇങ്ങനെ പ്രസംഗിക്കണം കേട്ടോ. ഹലോ സ്തോത്രം. എൻ്റെ ചർച്ചിൽ ഞാൻ ഈ ട്രാൻസ്ഫർ ആകുന്ന പാസ്റ്റർ. അപ്പോൾ ഞാൻ വരുമ്പോഴേ പറയും, എന്തോ പ്രസംഗിക്കണമെന്ന് ആരും എനിക്ക് പറഞ്ഞു തരണ്ട, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ സമ്മതിക്കുകയല്ല എന്ന് ഡയറക്റ്റായിട്ട് അങ്ങ് പറയും. അതുകൊണ്ട് ഇങ്ങോട്ട് വരത്തില്ല. അപ്പം നമുക്ക് തോന്നും ചില വിഷയങ്ങളൊക്കെ പാസ്റ്റർ അങ്ങ് പ്രസംഗിക്കണം. സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുക. അവിടെ പത്യോപദേശ നിഷേധം. ആമേൻ. ഇനിയും അടുത്ത ദൈവനിഷേധത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് വിശ്വാസ നിഷേധമാണ്. 1 തിമോഥെയോസ് 4:1, ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളിൽ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം
ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി സഭകളോട് പറയുന്നു. സത്യോപദേശം വേണ്ട. ഞാൻ പറയാം, ദൈവവചനവുമായി ബന്ധമില്ലാത്ത വിധത്തിൽ, വിശ്വാസത്തെ ത്യജിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സമർത്ഥമായി പ്രസംഗിച്ചാലും ആ പ്രഭാഷകന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഈ ആത്മാവാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. ഒരു സ്തോത്രം പറയോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രസംഗം പറയാണ്, ഇത്രയും മസിലൊന്നും പിടിക്കണ്ടെന്ന്. എന്തിനാണ് ഇത്രയും മസിൽ പിടിക്കുന്നേ? അപ്പൊ ചെറുക്കന് തോന്നി, ശരിയല്ലേ, എന്തിനാണ് മസിൽ പിടിക്കുന്നേ? സ്തോത്രം പറഞ്ഞ് അടിച്ചോളാൻ. പിടികിട്ടിയില്ല. ചെയ്ത പാപത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിനും ചെയ്യാനിരിക്കുന്ന പാപത്തിനും വേണ്ടിയാണ് യേശു മരിച്ചത്. വലിയ സന്തോഷമാണ്. ഓർത്തോണം, ഇങ്ങനെയുള്ള ഉപദേശങ്ങളുടെ പിന്നിൽ ദൈവവചനത്തിന്റെ നൈർമല്യതയിൽ നിന്ന് ലോകമയത്വത്തിലേക്ക് ജനത്തെ തിരിച്ചുവിടുന്ന പ്രഭാഷണം എത്ര സമർത്ഥമായിരുന്നാലും അവനിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഇതാണ്. കണ്ടോ, വിശ്വാസം, അവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുന്നു. വിശ്വാസം ത്യജിക്കുന്ന ആ വിധത്തിൽ ജനത്തെ എത്തിക്കുന്ന സ്പിരിറ്റ് ഏതോ അത് വ്യാജാത്മാവാണ്. പോരാ പോരാ, ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അമ്മേ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പം ഈ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പ്രേരണ എന്താണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചാൽ, നിങ്ങളും നിങ്ങളുടെ തലമുറയും ജീവകാലത്തൊരിക്കലും അണുവിട കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വ്യതിചലിക്കത്തില്ല എന്നൊരു തീരുമാനത്തിലെത്തിയാൽ, ഹല്ലേലൂയ. ഇന്ന് റെജിപ്പാസയുടെ ഈ പ്രസംഗം തന്നെയായി. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിയായി ഇന്ന് യോഗത്തിന് വന്ന്. ഇന്നലെ രാത്രി ബാംഗ്ലൂര് IPCയുടെ സെൻട്രൽ കൺവെൻഷൻ പ്രസംഗിക്കായിരുന്നു. രാത്രി 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. വെളുപ്പിനെ എഴുന്നേറ്റ് പോകുന്നതാണ്. സ്തോത്രം. ഇനി രാത്രിയിൽ ആലപ്പുഴ ചച്ചപ്പോണ്ട സെൻട്രൽ കൺവെൻഷനാണ്. അതും കഴിഞ്ഞ് വന്നാലേ ഇന്ന് രാത്രി വിശ്രമിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത്, ഇത്രയും ബന്ധപ്പെട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് റെജിപ്പാസക്ക് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള വ്യഗ്രതയിലല്ല, ഈ മെസ്സേജ് കേൾക്കുന്ന ഒരാളിലെങ്കിലും മാറ്റം ഉണ്ടാകണമെന്നുള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇതുപോലൊരു സംവിധാനം കേരളത്തിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു ചർച്ച നടത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്, ഒരനുഗ്രഹമാണ്. തിരിച്ചിറങ്ങുമ്പോൾ തീരുമാനത്തോടാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് പ്രോഗ്രാമാ. ഓ, ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ സഹോദരങ്ങളെ, നമുക്കെതിരെ ബാഹ്യമായ സ്വാധീനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന്, ദൈവവചനത്തിൻ്റെ നൈർമല്യതയിൽ നിന്ന് നമ്മളെ തകർക്കാൻ ബാഹ്യമായ സ്വാധീനമുണ്ട്. ഈ സത്യത്തിൽ ഈ ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു വരുമ്പം സ്തോത്രം ആവർത്തിച്ചു പറയണമെന്ന് തോന്നിപ്പോകുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിന് വേണ്ടുന്നത് ആൾക്കൂട്ടത്തെ അല്ല, കർത്താവിന് വേണ്ടുന്നത് പെർഫെക്റ്റ് ബ്രൈഡിനെയാണ്. സ്തോത്രം. ഈ ഷാജി പാസ്റ്റർ, ഞാൻ ഒരിക്കൽ ഒരു TV പ്രസംഗം കേൾക്കുകയാണ്. അപ്പം പ്രസംഗിക്കുന്ന ആള് TV-യിൽ ഇരുന്ന് പറയുക, പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ കാമുകിമാരാണ്. ഞാൻ ഞെട്ടിപ്പോയി. കർത്താവിന് കാമുകിയുമില്ല, കാമുകിമാരുമില്ല, കർത്താവിന് മണവാട്ടിയേ ഉള്ളൂ. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. കർത്താവിന് ആരാ ഉള്ളത്? ഒരുമിച്ച് പറ, കർത്താവിന് ആരാ ഉള്ളത്? കർത്താവിന് മണവാട്ടിയേ ഉള്ളൂ. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളൊന്നും എടുത്തോ. കർത്താവിന് മണവാട്ടിയേ ഉള്ളൂ. പൗലോസ് ആ വിഷയം പറയും, ഞാൻ ക്രിസ്തുവെന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി. 11-ാം അധ്യായം
11 അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്ങനെയാ? നിർമ്മല കന്യക. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ? നമ്മളെ കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്ന എങ്ങനെയാ? നിർമ്മല കന്യക. അത് ഈ പല ട്രാൻസ്ലേഷനുകളിൽ പല വേർഡുകളാണ് എഴുതിയിരിക്കുന്നത്. പ്യുവർ വെർജിൻ എന്ന് എഴുതിയിരിക്കുന്നത്. പ്യുവർ വെർജിൻ. ഗുഡ് ന്യൂസ് പരിഭാഷ പോലെയുള്ള പരിഭാഷകളിൽ പ്യുവർ വെർജിൻ എന്ന് പറയുന്നത്. പ്യുവർ വെർജിൻ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക അർത്ഥത്തിന്റെ ഒന്നും ആവശ്യമില്ല. പ്യുവർ വെർജിൻ, കർത്താവിന് വേണ്ടുന്ന മണവാട്ടി പ്യുവർ വെർജിൻ ആണ്. പ്യുവർ വെർജിൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹാഗിനോസ് ആണ്. ഹാഗിനോസ്. അമ്മേ, ഹാഗിനോസ് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? ഹാഗിനോസ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് കണക്റ്റഡ് ആയ വേറൊരു പദമാണ് ഹാഗിയോസ്, ഹാഗിയോസ്മോസ് എന്നൊക്കെ പറയുന്നത്. ശരിക്കും മോഡസ്റ്റ് ആണ് കർത്താവ് പ്രതീക്ഷിക്കുന്ന സഭ. ഹൃദയത്തിൽ പോലും ഏകാഗ്രതയിൽ മാറ്റം ഭവിക്കാത്ത ഒരു കൂട്ടം, അതാ സഭ. ഈ സഭ മാത്രമേ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. ഈ 1 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചിട്ട് സ്വോത്രം പറയാത്ത ചിലരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞ സത്യമാണ്. നിങ്ങൾ ഇനി ഇതിനെ പാസ്റ്റർ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയും ഇത് തെളിയിക്കാം. കാരണം ഒരു 100 പ്രാവശ്യം അത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് വേണ്ടുന്നത് ആമേൻ മോഡസ്റ്റായ ഒരു ചർച്ചിനെയാണ്. കർത്താവിന് വേണ്ടുന്നത് ഹാഗിനോസിനെയാണ്. അവര് മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. ഈ സർദീസിനെ കുറിച്ച് പറയുന്നില്ല, ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേർ എനിക്ക് സർദീസിലുണ്ട്. അത് റമനന്റ്. കർത്താവിന് വേണ്ടുന്നത് ഒരു റമനന്റിനെയാണ്. ജീസസ്. ഇന്ന് പകല് ഞാൻ ആത്മാവിൽ പറയാം, നമ്മൾ മരിച്ചാലും നമ്മുടെ തലമുറ ഈ മണ്ണിൽ ജീവിക്കുന്നെങ്കിൽ അവരൊരു റമനന്റായിട്ട് വേണം ജീവിക്കാൻ. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ജീസസ്. എനിക്ക് ആ ഭാഗങ്ങളെല്ലാം അങ്ങ് പറഞ്ഞ് ഫലിപ്പിച്ച് നിർത്താനുള്ള ഒരു സമയം എൻ്റെ മുന്നിലില്ല. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ബാഹ്യമായ എതിരാളികളുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ബാഹ്യമായ എതിരാളികളുണ്ട്. ഫിലിപ്പി ലേഖനം 1-27 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന്. കേട്ടോ, എതിരാളിയുണ്ട്. കുലുക്കുന്ന എതിരാളി. മോനെ ഫിലിപ്പിയർ 1 കുലുക്കുന്ന എതിരാളി. കേട്ടോ, ഫെയ്ത്തിൽ നിന്ന് നമ്മളെ കുലുക്കുന്ന എതിരാളി, കർത്താവിങ്കൽ നിന്നും നമ്മളെ കുരുക്കിക്കളയുന്ന എതിരാളികൾ. പക്ഷെ എതിരാളികൾ ഉണ്ടെങ്കിലും ഒന്നിലും, വായിച്ചോ, കുലുങ്ങിപ്പോകാതെ, എല്ലാവരും കൂടെ ചേർന്ന്, ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാണ് നമ്മളെ വിളിച്ചേക്കുക. സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കാൻ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. എതിരാളികളുണ്ട്, കുലുക്കുന്നവർ. അത് പ്രസംഗമായിട്ടോ അത് പഠിപ്പിക്കലുകളായിട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോടൊരു സുവിശേഷകൻ എന്നുള്ള നിങ്ങളൊരു കാര്യം പറയാം. ഇപ്പം ഈ ഓൺലൈൻ്റെ കാലമായതുകൊണ്ട് ഒത്തിരി പേര് ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ചെയ്യരുത് കേട്ടോ, ചെയ്യരുത്. വളരെ ഓതൻറ്റിക്കായിട്ടുള്ള സെമിനാരികളോ യൂണിവേഴ്സിറ്റികളോ അങ്ങനെയുള്ള ദൈവദാസന്മാരോ നടത്താത്ത ഒരൊറ്റ ഓൺലൈൻ പഠനങ്ങളിലും നിങ്ങൾ ചെന്ന് വീഴരുത്. ഒരിക്കൽ എൻ്റെ ചർച്ചിൽ ഒരച്ചായന് ശനിയാഴ്ച ആരാധന നടത്തിയാൽ എന്നാന്നൊരു ചോദ്യം എൻ്റെ ചർച്ചിൽ. അപ്പം എനിക്ക് രോഗം മനസ്സിലായി. ഞാൻ അച്ചായനോട് ചോദിച്ചു, അച്ചായൻ എന്തെങ്കിലും കോഴ്സ് വല്ലതും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അത് ഏതാണ്?
സൈറ്റിൻ്റെ പേരൊന്ന് പറയാമോ? കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ശനിയാഴ്ചക്കാരാ. അച്ഛൻ ഇതൊന്നും അറിയത്തില്ല. അച്ഛൻ ഇത് കേട്ടപ്പം ഒരു സന്തോഷം തോന്നി അങ്ങ് കയറിപ്പോയതാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുലുക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, വളരെ ആധികാരികതയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവരല്ലാതെ ഒരു പ്രസംഗകൻ്റെയും പ്രസംഗത്തിൻ്റെ പുറകെ പോകരുത്, ഒരു പഠിപ്പിക്കലുകളുടെയും പുറകെ പോകരുത്. നിങ്ങളുടെ മക്കളെ ഒട്ട് സമ്മതിക്കുകയും ചെയ്യരുത്. ഓ, മിണ്ടുന്നില്ല. ഞാൻ ഒരിക്കൽ ഒരു പുസ്തകത്തിൻ്റെ 2-3 കോട്ട് വായിച്ചിട്ട് 6 പുസ്തകം അങ്ങ് മേടിച്ചു. 6 പുസ്തകം. ഞങ്ങളൊരിക്കലിങ്ങനെ ഈ സാജു മാത്യച്ചാനും പാസ്റ്റർ എബി അരൂരും എല്ലാം കൂടെ ഒരു TV ടോക്ക് ഷോയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പം സാന്ദർഭികമായി ഞാൻ ഈ പുസ്തകത്തെ പറ്റി, അതിൻ്റെ ഓദറിനെ പറ്റി പറഞ്ഞപ്പോൾ സായിച്ചാനോട് പറഞ്ഞു, എൻ്റെ റെജി പാസ്റ്ററെ അത് ഭൂലോക കൾട്ടാണ്. 2-3 കോട്ട് കേട്ടിട്ടാണ് എനിക്ക് ഇതിയാൻ്റെ പുസ്തകം വായിക്കണമെന്ന് തോന്നിയത്. എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത്, പുതിയ പുതിയ നൂതനമായുള്ള ആശയങ്ങൾക്കായി ഓൺലൈനിൽ കയറി തപ്പരുത്. അല്ലെങ്കിൽ അത് ഏതാണ് പറയുന്നതെന്ന് ഉറപ്പിക്കണം. ഞാനത് പറഞ്ഞു, എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ. 2 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഹുമനയോസും ഫിലേത്തോസും അക്കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അനേകരുടെ വിശ്വാസത്തെ മറിച്ചു കളയുന്നു. കേട്ടെ, അവർ തെറ്റിയെന്ന് മാത്രമല്ല, ഒത്തിരി പേരെ തെറ്റിക്കുകയാണ്. തെറ്റിപ്പോയവൻ്റെ പ്രത്യേകത ഞാൻ തെറ്റിപ്പോയി എന്നല്ല, ഒരുപാട് പേരെ തെറ്റിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. 2 തിമോഥെയോസ് 3:8 വരുമ്പോൾ, എന്നേസ് എംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. അവരെ വിളിക്കുന്ന പേര് ദുർബുദ്ധികളെന്ന്. വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവർ. ഞാൻ ബാഹ്യമായ സ്വാധീനത്തെ പറ്റിയാണ് പറയുന്നത്. ഫെയ്ത്തിൽ നിന്ന് ഇളക്കിക്കളയുന്ന ബാഹ്യമായ സ്വാധീനം നമ്മൾ തിരിച്ചറിയണം, ഫൈറ്റ് ചെയ്യണം ഇതിനെതിരെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലരെങ്കിലും പിന്മാറിപ്പോകുന്നത് ടോട്ടലി തിയോളജിക്കൽ കൺവിക്ഷൻ ആണെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ക്രൈസ്തവ സമൂഹത്തിലെ ചില കുഞ്ഞുങ്ങളെങ്കിലും പിന്തിരിഞ്ഞു പോകുന്നത് അവർക്ക് കിട്ടിയ തിയോളജിക്കൽ കൺവിക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. അവരെ ആ വിധത്തിൽ വശീകരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. ഞാൻ പറഞ്ഞത്, മാനുഷിക തന്ത്രങ്ങളുടെ പിന്നിൽ വ്യാപരിച്ചു നിൽക്കുന്ന ഒരു സാത്താന്യ ശക്തിയുണ്ട്. ഇവിടെയാണ് സഭ ഇതിനെതിരെ എഴുന്നേൽക്കേണ്ടത്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞാൻ പറയാം, ഈ ചിലർ ചിന്തിക്കുന്ന, പാസ്റ്റർ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല. ഞങ്ങളിങ്ങനെ ഈ സമൂഹത്തിൽ നിൽക്കുന്നവരായതുകൊണ്ട് ഒത്തിരി പേര് ഇങ്ങനെയുള്ള കാര്യം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രം മതി. ഈ ചില അമ്മാമ്മമാരുണ്ട്. അമ്മാമ്മ ഇച്ചിരി പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പം മോൻ കല്യാണം കഴിച്ചോണ്ട് വന്നു. അപ്പം അമ്മാമ്മയുടെ ആഗ്രഹം മരുമോളും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ചുമ്മാ വഴക്കുണ്ടാക്കി പെണ്ണിനെ വീട്ടിൽ പറഞ്ഞു വിടരുത്. അമ്മാമ്മയ്ക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അമ്മാമ്മ പ്രാർത്ഥിച്ചോണം. ഹലോ, ഞാൻ അമ്മാമ്മമാരോടാണ് പറയുന്നത്. അമ്മായിയമ്മയെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. മരുമോളെ നിങ്ങൾ ഇരിക്കുമ്പോഴെല്ലാം കൂടെ ഇരുത്താനായിട്ട് ശ്രമിക്കരുത്. മിണ്ടുന്നില്ല, പണങ്ങും തോന്നുന്നു. സ്വോത്രം. ഞാൻ പറഞ്ഞത്, കൂടെ ഒരാൾ ഇരിക്കണമെന്ന് തന്നെ ഇത്ര നിർബന്ധം. നെഹമ്യാവ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ശൂശൻ രാജധാനിയിൽ ഒരു വാർത്ത കേട്ടു. അദ്ദേഹത്തിന്റെ കണ്ണുനീരല്ലേ ഈ മൂവിയിലേക്ക് ഇവരെ കൊണ്ടുവന്നേ. ഹനാനി പറഞ്ഞ ന്യൂസ് വേറെ ആരെല്ലാം കേട്ടു? ആർക്കും കരയണ്ട. ഹനാനി പറഞ്ഞ ന്യൂസ് വേറെ ആരെല്ലാം കേട്ടു? ആർക്കും ഉപവസിക്കണ്ട. പക്ഷെ നെഹമ്യാവ് എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ ഉപവസിക്കാൻ തയ്യാറായപ്പോ രാജാവിന്റെ ഹൃദയം ചലിച്ചു. ഞാനത് പറഞ്ഞ്, നിങ്ങൾ ഒരാൾ എഴുന്നേറ്റ മതി. ഓ പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചോ. ഒരൊറ്റയാൾ എഴുന്നേറ്റ മതി.
നോഹയുടെ വീട്ടിൽ 3 പുത്രന്മാരും അവരുടെ 3 ഭാര്യമാരും, നോഹയുടെ ഭാര്യ 8 പേര്. പക്ഷെ കൃപ ലഭിച്ചത് നോഹയ്ക്ക. ഒരൊറ്റ നോഹ തയ്യാറായപ്പോൾ ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരാൾ ചാർജ് ആയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്രിസ്തീയ കുടുംബത്തെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുടുംബം അക്കില്ലാവും പ്രിസ്കില്ലയാണ്. ബൈബിളിലെ ഏറ്റവും ബെസ്റ്റ് കുടുംബം അക്കില്ലാവും പ്രിസ്കില്ലയാണ്. സ്തോത്രം. അക്കില്ലാവ് എവിടെയുണ്ടോ അവിടെയെല്ലാം പ്രിസ്കില്ലയുണ്ട്. ഹലോ, ഒറ്റ ഇൻട്രസ്റ്റാ, ഒറ്റ റെവലേഷനാ. ക്രിസ്തീയ കുടുംബം അങ്ങനെയാണെങ്കിൽ നല്ലതാ. പക്ഷെ എല്ലായിടത്തും ഒന്നും ഇങ്ങനെ വരത്തില്ലെന്ന്. അച്ഛൻ ഇച്ചിരി ഫാസ്റ്റാണ്, അമ്മാമ്മ ഇച്ചിരി സ്ലോ ആയിരിക്കും. അമ്മാമ്മ ഇച്ചിരി ഫാസ്റ്റാണെങ്കിൽ അച്ഛൻ ഇച്ചിരി സ്ലോ ആയിരിക്കും. നിങ്ങൾ മിണ്ടുന്നില്ല. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു സെറ്റിംഗ് ആണ്. അച്ഛൻ ഇച്ചിരി കൂടുതൽ ചിലവാക്കും, അമ്മാമ്മ അതിനനുസരിച്ച് പിശുക്കും. അമ്മാമ്മ ഇച്ചിരി കൂടുതൽ ചിലവാക്കും, അച്ഛൻ അതിനനുസരിച്ച് പിശുക്കും. ഇത് രണ്ടും കൂടെ ചിലവാക്കിയാൽ ലോകബാങ്കിൽ നിന്ന് കടമെടുക്കേണ്ടി വരും. ഇത് കർത്താവിൻ്റെ സെറ്റിംഗാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. അപ്പം അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് തന്നെ എൻ്റെ അച്ഛന് നടക്കത്തില്ല, എൻ്റെ കാഴ്ചപ്പാട് തന്നെ എൻ്റെ ഭാര്യയ്ക്ക് നടക്കത്തില്ല. കിട്ടിയ സ്വത്രം. ഇനി പുതിയത് തപ്പി പോകുക വേണ്ട. ആമേൻ. റീപ്ലേസിങ് ഇല്ല, റിപ്പയറിങ്ങേ ഉള്ളൂ. ഒരാമേൻ പറഞ്ഞോ. അപ്പം ഞാൻ പറഞ്ഞത്, അക്കില്ലാവിനെ പോലെ പ്രിസ്കില്ലയെ പോലെ കിട്ടിയാൽ നല്ലതാ. ഇനി കിട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല, ഒറ്റയ്ക്ക് നിന്നാ മതി എന്ന്. കേട്ടോ കേട്ടോ കേട്ടോ, പോരാടാൻ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാ മതി, ഒറ്റയ്ക്ക് നിന്നാ മതി. പർവ്വതത്തിന്റെ മുകളിൽ അഹരോന്റെയും മോശയുടെയും കൈയല്ല ഉയർന്നിരുന്നത്, പർവ്വതത്തിന്റെ പുറത്ത് മോശയുടെ കൈയാണ് ഉയർന്നിരുന്നത്. ജീസസ്. അഹരോന്റെ ഡ്യൂട്ടി ഈ കൈക്ക് ഭാരം കൂടുമ്പോ ഇതിനെ ഒന്ന് താങ്ങി പിടിക്കുക എന്നുള്ളത്, അത്ര ചെയ്തുള്ളൂ. അഹരോന് ഹൂരു അത്ര ചെയ്തുള്ളൂ. കൈ ഉയർത്തിപ്പിടിച്ചത് മോശയുടെയാ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരാള് തയ്യാറായാൽ മതി. ഇന്ന് രാത്രി ചതിക്കുന്നതും വഞ്ചിക്കുന്നതുമായ സകല പൈശാചിക മണ്ഡലങ്ങളും നിങ്ങളെയും നിങ്ങളുടെ തലമുറയും വിട്ട് പലായനം ചെയ്യാൻ നീ എന്ന ഒരൊറ്റ വന്മതില് ഈ പകലിൽ ആത്മാവിൽ കുതിച്ചെഴുന്നേറ്റാൽ മതി, കാര്യങ്ങൾ തിരിഞ്ഞിരിക്കും. വിശ്വാസത്താൽ അബ്രഹാം, അല്ലാതെ വിശ്വാസത്താൽ തേരഹല്ല, വിശ്വാസത്താൽ കൂടിറങ്ങിയപ്പോ തേരഹുണ്ട്, കൂടിറങ്ങിയപ്പോ ലോത്തുണ്ട്, കൂടിറങ്ങിയപ്പോ സാറ ഉണ്ട്. പക്ഷെ ഫെയ്ത്ത് ഇൻവെസ്റ്റ് ചെയ്തത് അബ്രഹാമിലാണ്. അതാ ഞാൻ പറഞ്ഞ, ഒരാള് മതി, ഒരാള് മതി. ആമേൻ. വിശ്വാസത്താൽ മോശയുടെ മാതാപിതാക്കൾ, ആമേൻ, ജനനത്തിൽ മോശ സുന്ദരനെന്ന് കണ്ടപ്പോ രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു. 3 മാസം ഈ കുഞ്ഞിന്റെ ജീവനെ സസ്റ്റെയിൻ ചെയ്യാൻ നിനക്ക് പറ്റുമെങ്കിൽ അടുത്ത 120 വർഷം അവനെ കൊണ്ടുപോകാൻ എന്റെ ദൈവത്തിന് അറിയാം. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തോ. നിങ്ങൾ ഒരാള് സജീവമായാൽ മതി, ഒരാള് സജീവമായാൽ മതി, ഒരാള് സജീവമായാൽ മതി. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, കാര്യങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് തിരിയാൻ പോകുകയാണ്. ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ എൻ്റെ തലമുറയിൽ, എൻ്റെ കുടുംബത്തിനകത്ത് തേർവാഴ്ച നടത്താൻ ഒരു സാത്താന്യ മണ്ഡലങ്ങളെയും ഒരു മാനുഷിക വഞ്ചനകളെയും ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ രാത്രി പ്രാർത്ഥനയുടെ മതിൽ കെട്ടി ഉയർത്താൻ ആത്മാവിൽ ഒരു അധികാരം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ കാര്യം തിരിയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. എനിക്കവിടെ ഒരു ദൂതോടെ പറയണം. ഞാൻ ഈ പ്രസംഗം എല്ലാം അങ്ങ് സ്കിപ്പ് ചെയ്യും, ഒത്തിരി ഇടങ്ങളിൽ കട്ട് ചെയ്താ ഞാൻ വരുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം കേട്ടോ, ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ, സ്തോത്രം. ഒരപ്പൻ നേരെ ചൊവ്വേ നിന്നാൽ അപ്പനോട് പറയുന്ന ദൂത് അപ്പനോട് മാത്രമായിരിക്കത്തില്ല,
കർത്താവ് പറയുന്നത് തലമുറയോടും കൂടെ ആയിരിക്കും. സ്വോത്രം. ദാവീദ് ചുമ്മാ വീട്ടിലിരിക്കുക, നാഥാനും ദാവീദും കൂടെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി പറയുക, എനിക്ക് ഒരു വിഷമമുണ്ട്. അതെന്നാ, ഞാൻ അരമനയ്ക്കകത്ത് താമസിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം തിരശ്ശീലയ്ക്ക് കീഴേ. അപ്പോൾ നാഥാന് മനസ്സിലായി ദാവീദ് എന്നാ ഉദ്ദേശിച്ചതെന്ന്. ദാവീദിൻ്റെ ആഗ്രഹം ഒരാലയം പണിയണമെന്നുള്ളതാണ്. ഒരാലയം പണിയണം. ആമേൻ. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മോനെ, 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. ആമേൻ. ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആമേൻ, ഇതുവരെയും കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിൽ മാറി സഞ്ചരിച്ചു. ഇസ്രായേലിൽ ഞാനാക്കിയ ആമേൻ ഏതെങ്കിലും ഗോത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് എനിക്ക് ദേവദാരു കൊണ്ട് ഒരാലയം പണിയാതെ ഇരിക്കുന്നത് എന്തെന്ന് എല്ലാ ഇസ്രായേലും മക്കളിലും ഞാൻ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ ആലയം പണിയാൻ ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ദാവീദിന് തോന്നുക, എനിക്ക് എൻ്റെ ദൈവത്തിനൊരു ആലയം പണിയണം. ഈ മനുഷ്യൻ്റെ അകത്തൊരു ദാഹം ഉണ്ടാകും, എനിക്ക് എൻ്റെ ദൈവത്തിന് ഒരാലയം പണി. അതിൻ്റെ 10-ാമത്തെ വാക്യം തോന്നുന്നു. അവിടെ ദൈവം അവനോട് പറയുക, നീ എനിക്കൊരാലയം പണിതാൽ ഞാൻ നിനക്കൊരു ഗൃഹം പണിയും. നിങ്ങളത് കേട്ടില്ലെന്ന് തോന്നുന്നു. നീ ഒരാലയം പണിതാൽ ദാവീദ് ഞാൻ നിനക്ക് ഗൃഹം പണിയും. പിടികിട്ടുന്നവനുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞാട്ട്. നീ എനിക്കൊരാലയം പണിതാൽ ഞാൻ നിനക്കൊരു ഗൃഹം പണിയും. ഒറ്റയപ്പൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി എഴുന്നേറ്റ് നിന്നപ്പോൾ ദൈവം അവന് വേണ്ടി ഒരു ഗൃഹം പണിയുകയാണ്. ജീസസ്. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ ഒരാൾ സജീവമായാൽ മതി. നിങ്ങൾ ഒരാൾ നിങ്ങളുടെ പ്രാർത്ഥന മുറിയെ ചലിപ്പിച്ചാൽ മതി. നിങ്ങളിലൂടെ നിങ്ങളുടെ തലമുറ പുറത്ത് വന്നിരിക്കും. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ആത്മേൻ പറഞ്ഞ് കർത്താവിനെ ആരാധിച്ചോ. ആമേൻ പറഞ്ഞ് കർത്താവിനെ ആരാധിച്ചോ. ഇപ്പൊ അവൻ പറഞ്ഞ കേൾക്കത്തില്ല കേട്ടോ. ചർച്ച വരാൻ പറഞ്ഞ അവൻ വരത്തില്ല, ഉപവസിക്കാൻ പറഞ്ഞ അവൻ ഉപവസിക്കത്തില്ല. വിട്ടേരെ, നിങ്ങൾ നേരെ ജോവേ കർത്താവിന്റെ സന്നിധിയിലൊന്ന് വീഴ്. ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുക്കും. ആമേൻ. ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങൾ ഈ പഴയ നിയമത്തിൻ്റെ വാഗ്ദത്തം മുഴുവൻ ശ്രദ്ധിച്ചു. അവിടെ എല്ലാം സന്തതിയുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഉൽപ്പത്തി 12:7 യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അബ്രഹാം വിശ്വാസത്താൽ ഇറങ്ങിയത്, പക്ഷേ കർത്താവ് പറയാം, നിന്റെ സന്തതിക്ക് ഞാൻ തരും. ഉൽപ്പത്തി 15:18 അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രൈം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കൊടുക്കും. അബ്രഹാമാണ് കർത്താവുമായിട്ട് ഉടമ്പടിയിലേക്ക് എത്തിയത്. പക്ഷെ കർത്താവ് പറഞ്ഞു, നിന്റെ സന്തതി. ഉൽപ്പത്തി 16:10 യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്നല്ല, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. ആമേൻ. ഒരു സ്ത്രീ ദൈവത്തോട് സംസാരിച്ചതാ. ആമേൻ. അവളോട് പറയുക, ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി നിങ്ങൾ വേദപുസ്തക ചരിത്രം മുഴുവൻ പഠിച്ചോ. സ്തോത്രം. എവിടെയും ദൈവം ഒരു ദൂത് പറയുമ്പോൾ ആ ദൂതിൽ സന്തതി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫെയ്ത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും നിങ്ങൾ കർത്താവിനോട് ചേർന്ന് വിശ്വസ്തയോടെ നിൽക്കുകയും ചെയ്താൽ, നിങ്ങൾ നിന്നു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങളുടെ സന്തതിയെ ദൈവം ആദരിക്കാതിരിക്കത്തില്ല. ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ബാലനായിരുന്നു, ഇപ്പൊ വൃദ്ധനായി. എന്നിട്ട് പറയുക, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും. പറഞ്ഞു അവന്റെ പറഞ്ഞു, അവന്റെ എല്ലാരും കൂടെ ചേർന്ന് പറഞ്ഞു, അവന്റെ ആരാണ് നീതിമാൻ? അപ്പൻ നീതിമാൻ. അപ്പന്റെ നീതിയോട് ദൈവം പറയുക, കുഞ്ഞെ, നിന്റെ സന്തതി ആകാരം വരക്കാൻ. അമ്മയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് കേട്ടോ. അപ്പൻ ഉത്തരവാദിത്വമുണ്ട്. ഇന്നലകളുടെ പരാജയങ്ങളെല്ലാം പോട്ടെ, ഇന്ന് സമർപ്പിക്ക്. തലമുറയുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. മോനെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചോണേ പാസ്റ്ററെ, മോളെ ഓർത്തൊന്ന് നമ്മൾ പലരുടെയും പുറകെ നടക്കുക. ഒന്ന് പ്രാർത്ഥിച്ചോണേ. ആരോടും പറയണ്ട അമ്മാമേ, നീ ഉടമ്പടി ബന്ധത്തിലേക്ക് വാ. നിന്റെ തലമുറയുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കാൻ പോകുന്നു. നിർത്തി. ഒന്ന് എഴുന്നേറ്റ്.
ഈ നെഹ്മ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. മതില് ഇടിഞ്ഞു കിടക്കുന്നിടത്തും പൊക്കം കുറവുള്ളിടത്തും നെഹമ്യാവ് കാവൽക്കാരെയാക്കി. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എവിടെയാണ് മതിലിന് പൊക്കക്കുറവുള്ളത് അവിടെ അല്പം ശ്രദ്ധ ആവശ്യമുണ്ട്. എവിടെയാണ് ഇപ്പോഴും ഇടിവ് ശരിയാകാതെ കിടക്കുന്നത് അവിടെ ശ്രദ്ധ ആവശ്യമുണ്ട്. ആ കണ്ണുകളെല്ലാം ഒന്നടച്ചേ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചേ. ജീസസ്. കർത്താവ് പറയുന്നു, സംഹാരകൻ കയറി വരുന്നുണ്ട്. ഞാൻ സൂക്ഷിക്കാമെന്നല്ല പറഞ്ഞത്, നീ കോട്ട കാക്കണം, നീ കോട്ട കാക്കണം. നമ്മുടെ ഉത്തരവാദിത്വം കോട്ട കാക്കുക എന്നുള്ളത്. വാ തുറന്ന് പ്രാർത്ഥിക്കുക. ഈ കഴിഞ്ഞ 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. ഈ 1.5 മണിക്കൂറിൽ കേട്ട ദൈവവചനം എന്തോ അത് ഒന്ന് ഹൃദയത്തിലേക്ക് റിസീവ് ചെയ്തിട്ട് ചില തീരുമാനങ്ങൾ പെട്ടെന്ന് എടുത്തേ. മൗനമാകാതെ വാ തുറക്ക. ചില ഡിസിഷനുകൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? കർത്താവിന് എന്തു പ്രയോറിറ്റിയാണ് നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ പഠനത്തിൽ, നീയുമായി ബന്ധപ്പെട്ട ജീവിതത്തിൻ്റെ മേഖലകളിൽ വിശ്വാസത്തിന് എന്ത് പ്രാധാന്യത കൊടുക്കാൻ പോകുന്നത്? ചിലതിനു വേണ്ടി ഒന്ന് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായേ. കണ്ണുകളടച്ച് നിർബന്ധമായും ഇവിടെ നിൽക്കുന്ന എല്ലാവരും കണ്ണുകളടച്ച്. അത് റെജിപ്പാസ്റ്റർക്ക് വേണ്ടിയല്ല, ഫെയ്ത്ത് സിറ്റിയിലുള്ള ഏതോ പാസ്റ്റർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. അതാ നെഹമ്യ പറയുന്നത്. സ്തോത്രം. നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരന്മാർക്കും നിങ്ങളുടെ പുത്രന്മാർക്കും നിങ്ങളുടെ പുത്രിമാർക്കും നിങ്ങളുടെ ഭാര്യമാർക്കും വേണ്ടി പോരാടുവിൻ. ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. ഓ ജീസസ്. കർത്താവേ, കൃപ തരാൻ പറ. ദൈവത്തോട് കൃപ തരാൻ പറ. ഓ ജീസസ്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ മക്കൾക്ക്. ഒന്നോടൊന്ന് പറഞ്ഞേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ ഈ മക്കൾക്ക്. ഒന്നുകൂടെ പാടിക്കേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ. ഒരുമിച്ച്. കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. കരങ്ങൾ ഉയർത്തി പിടിച്ചേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. കൃപ വേണമപ്പാ. ആ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് നമ്മുടെ സകല ഭാരങ്ങളും ചുമക്കുന്ന കർത്താവിനോട് ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതിന്റെ ഒന്നാം ഘട്ടം ഞാൻ പറയാം. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന സകല പൈശാചിക പദ്ധതികളെയും അബദ്ധമാക്കി കളയാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചേ. നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ തലമുറയ്ക്കെതിരെ ആമേൻ സാത്താന്യ മണ്ഡലങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന സകല പൈശാചിക
അധികം ആമേൻ പദ്ധതികളും അബദ്ധമാകാൻ പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ ആരോ ചിലർ ചോദിക്കുന്നു, ഞാൻ എന്തു പാപം ചെയ്തിട്ടാ എന്റെ കുടുംബത്തിൽ ഈ പ്രശ്നം? നീ ഒരു പാപം ചെയ്യണ്ട. ഇയ്യോബ് ഒരു പാപം ചെയ്തിട്ടല്ല അവന്റെ മേൽ ദൃഷ്ടി വെച്ചത്. അത് സാത്താന്റെ സ്വഭാവമാണ്. പത്രോസും ബാക്കിയുള്ള അപ്പോസ്തലന്മാരും പാപം ചെയ്തിട്ടല്ല അവരെ പതിർ പോലെ പാറ്റാൻ സാത്താന്യ മണ്ഡലങ്ങൾ പദ്ധതി തയ്യാറാക്കിയത്. അതവന്റെ സ്വഭാവമാണ്. ഈ പകലിൽ നിനക്കെതിരെ തയ്യാറാക്കിയിരിക്കുന്ന നിന്റെ തലമുറയെ തകർക്കാൻ, നിന്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കാൻ തയ്യാറാക്കപ്പെട്ട മുഴുവൻ സാത്താന്യ പദ്ധതികളും ഇന്ന് പകലിൽ അബദ്ധമാക്കാൻ കർത്താവിനോട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കേ. കൂടെ നിൽക്കുന്ന ചില മാനുഷിക മണ്ഡലങ്ങൾ, ചില അസൂയയുടെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ കാഴ്ചപ്പാടുകൾക്കെതിരെ, വെളിപ്പാടുകൾക്കെതിരെ, ദർശനത്തിനെതിരെ, തലമുറയുടെ അഭിവൃദ്ധിക്കെതിരെ, അവരുടെ ആരോഗ്യത്തിനെതിരെ ഉയരുന്ന സകല സാത്താന്യ അജണ്ടകളും ഇന്ന് പകലിൽ തകർന്നു മാറാൻ ആത്മാവിൽ കരങ്ങളടിച്ച് അന്യഭാഷയിൽ പോരാടി പ്രാർത്ഥിച്ച് ശക്തിയോടെ നിർത്തരുത്. എനിക്കറിയാം ഇന്ന് പകലിൽ ഒരു ഭയങ്കര അധികാരത്തിന്റെ കൈമാറ്റം ഈ ഓഡിറ്റോറിയത്തിൽ ജനത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവ് കൈമാറ്റം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കുട്ടിക്കാലത്ത് ഒരു മലയുടെ മുകളിൽ ഒരു കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ഈ ആരാധന നടക്കുന്നതെങ്കിലും അങ്ങ് അകലെ മൈലുകൾക്കപ്പുറത്ത് ഇന്ന് രാത്രി നിന്റെ വീടിനകത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ യാഗപീഠത്തിൽ വെക്കപ്പെട്ട ഇസഹാക്കിന്റെ കൈകളിൽ നിന്ന്, കാലുകളിൽ നിന്ന് അബ്രഹാം കട്ടുകൾ പൊട്ടിച്ചു കളഞ്ഞതുപോലെ യാഗപീഠത്തിൽ വെച്ച തലമുറയെ പ്രാർത്ഥിച്ച്, യാഗപീഠത്തിൽ വെച്ച് ഈ പകലിൽ ചിലതിന്റെ മേൽ കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അത് പൊട്ടിമാറട്ടെ. എനിക്കറിയാം ആത്മമണ്ഡലത്തിൽ ഇന്ന് പകലിൽ ഭയങ്കര പാച്ചിലുകൾ സംഭവിക്കുന്നു. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുക. ആത്മമണ്ഡലത്തിൽ ഭയങ്കര പാച്ചിലുകൾ സംഭവിച്ചു തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗമുണ്ട്. എന്നാൽ എന്താ രോഗം അറിയില്ല. പ്രശ്നമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം അറിയത്തില്ല. എവിടെയോ നിൽക്കുന്ന ചില ഹിഡൻ അജണ്ടകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അത് പൊട്ടിമാറുന്നു. പ്രതികരിച്ചോ ശക്തിയോടെ. ആത്മനിറവിൽ പ്രതികരിച്ചോ. അന്യഭാഷയിൽ ആരാധിക്കുവാൻ കൃപ ലഭിച്ചവർ അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങിക്കോ. കരങ്ങൾ അടിക്കാൻ നിയോഗമുള്ളവർ ഇന്ന് രാത്രി കരങ്ങൾ അടിച്ചോ. അല്ല നിലവിളിക്കുവാനാണ് തോന്നുന്നതെങ്കിൽ യേശുവേ ദാവീദ് പുത്ര എന്ന് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചോ. ഇതൊരു വിടുതലിന്റെ പകലാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചിലതിനെ ഇന്ന് പകൽ പ്രോഹിബിറ്റ് ചെയ്തു തുടങ്ങ്. ഇന്ന് പകലിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചിലതിനെ പ്രോഹിബിറ്റ് ചെയ്തു തുടങ്ങ്. ആമേൻ. What you prohibit on earth will be prohibited in heaven. ഇവിടെ നീ എന്തിനെ പ്രോഹിബിറ്റ് ചെയ്യുന്നു will be prohibited in heaven. ഇവിടെ നീ എന്തിനെ പെർമിറ്റ് ചെയ്യുന്നു will be permitted in heaven. യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. Ramshal Prabhushana Dhanadhali Randhal Janagadagana Randhal Prabhushiniya Arthamanagadagana Ragadal Janagadagana Randhal Janamsiya Arthamanagadagana Ragadal Kamanagadagana ശുശ്രൂഷയുടെ കൈമാറ്റങ്ങൾ ഉണ്ടാകട്ടെ. വെളിപ്പാടുകൾ കൈമാറ്റം ചെയ്യപ്പെടട്ടെ. കാഴ്ചപ്പാടുകൾ കൈമാറ്റം ചെയ്യപ്പെടട്ടെ. അതോറിറ്റി കൈമാറ്റം ചെയ്യപ്പെടട്ടെ. നിയോഗങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടട്ടെ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ.
ലേലുയ 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 ഉച്ചത്തിൽ പഠിക്കേ കർത്താവേ, ഇന്ന് പകലിൽ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീസസ്, ഭയങ്കര സ്പർശനത്തിനകത്ത് ഈ ജനത്തെ ചിലരെ നിർത്താൻ പോകുന്നതിന് സ്തോത്രം. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, വചനത്തോട് അണുവിട ആമേൻ വ്യതിചലിക്കാതെ ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവ് ഇന്ന് പകലിൽ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെയും ഈ ശുശ്രൂഷകളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. വിളിച്ചതിൽ ഒത്തിരി നന്ദി. സ്തോത്രം. നിങ്ങളോടൊപ്പമായിരുന്നത് സന്തോഷമായിരുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു. ദയവായിരുന്നാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം നമ്മൾ ഓരോരുത്തരോടും ദൈവം വ്യക്തമായി സംസാരിച്ചു. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? കരമുയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രാവിലെ സമയം മുതൽ രാവിലത്തെ മെസ്സേജിൽ നമ്മൾ കേട്ടു, ഇന്നല്ലെങ്കിൽ നാളെ മാതാപിതാക്കളായിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകും. പക്ഷേ കർത്താവിന് വേണ്ടി ഒരു തലമുറ നിൽക്കത്തക്കവണ്ണം. വീണ്ടും നമ്മൾ കേട്ടു, ഭവനത്തിനകത്ത് ഒരാൾ നിൽക്കേണ്ട പോലെ നിന്നാൽ ഭവനത്തിൻ്റെ മുഖച്ഛായ ദൈവം മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവരായി, വചനത്തെ സ്നേഹിക്കുന്നവരായി നമുക്ക് നിൽക്കാം. ഇവിടെ ഇന്ന് പകലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് വലിയ വിടുതലുകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ മടങ്ങി ചെല്ലുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി വ്യത്യസ്തമായിരിക്കും. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ വൈകിട്ടത്തെ ശുശ്രൂഷയ്ക്കും കൂടെ ഞാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ കൺവെൻഷന് വേണ്ടി ഡേറ്റ് കൊടുത്തിരുന്നുകൊണ്ട് വൈകിട്ടത്തെ സെഷന് നിൽക്കുവാൻ കർത്താവിൻ്റെ ദാസന് കഴിയത്തില്ല എന്ന് പറഞ്ഞു. എങ്കിലും നമ്മുടെ സമാപന സെഷനിലും ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ ലഭ്യമായില്ല. എന്തിനും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിൻ്റെ ആലോചന കൈമാറി തന്നു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകളെ മാനിക്കട്ടെ.